السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له. أشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين يقولون ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ പടച്ചതമ്പുരാന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ കൃത്യമായ വിചാരണയെ നേരിടേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ നേതാക്കൾക്കോ അനുയായികൾക്കോ ഒന്നും അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അവനവന്റെ പരലോകരക്ഷക്കാവശ്യമായ സൽക്കർമ്മങ്ങൾ ഓരോരുത്തരും അവനവന്റെ മരണത്തിനു മുമ്പേ ചെയ്തു വെക്കണം എന്നും അള്ളാഹുവിൻ്റെ ശിക്ഷ ഭീകരമാണ് എന്നതിനാലും ഏറ്റവും ചെറിയ ശിക്ഷ പോലും അസഹ്യമാണ് എന്നതിനാലും ശിക്ഷയ്ക്ക് വിധേയമാകുന്ന ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖികളാവാൻ സർവശക്തൻ നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ ഒരുമിച്ച് കൂടിയതിനെ, പറയുന്നതിനെ, കേൾക്കുന്നതിനെ ഒക്കെ പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ കർമ്മമായി നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. ഒരു പഠന ക്യാമ്പിലെ അവസാനത്തെ പ്രാസംഗികന്റെ അവസ്ഥ എന്ന് പറയുന്നത് സ്കൂളിൽ അവസാന പീരീഡിൽ കണക്ക് പഠിപ്പിക്കാൻ വരുന്ന മാഷിന്റെ അവസ്ഥയാണ്. ഏകദേശം ആളുകളുടെ ചിന്തയൊക്കെ, പ്രത്യേകിച്ചും സഹോദരിമാരുടെ ചിന്തകളൊക്കെ ക്യാമ്പിൽ നിന്ന് വീട്ടിലേക്ക് തിരിഞ്ഞ ഒരു സമയത്തായിരിക്കും അവസാനത്തെ ക്ലാസ്. എന്നിരുന്നാലും ഒരു മണിക്കൂറിൽ താഴെ, പരമാവധി ഒരു മണിക്കൂർ, ഇതാണ് എനിക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം. ഈ സമയത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്നെ ഏൽപ്പിച്ച വിഷയത്തോട് നീതി പുലർത്തി ചില കാര്യങ്ങൾ നിങ്ങളുമായി സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സംസാരിക്കേണ്ടത് കുടുംബത്തെക്കുറിച്ചാണ്. ലോകത്ത് കുടുംബമായി ജീവിക്കുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ്. മറ്റുള്ള ജീവികൾക്കൊന്നും കുടുംബമല്ല. എല്ലാ ജീവികൾക്കും മക്കൾ ഉണ്ടാവാറുണ്ട്, പക്ഷെ പേരക്കുട്ടികൾ ഉണ്ടാവുന്ന ജീവികൾ മനുഷ്യൻ മാത്രം. ലോകത്ത് സമൂഹമായി ജീവിക്കുന്ന ഒരുപാട് ജീവികൾ, ഉറുമ്പുകൾ, അതേപോലെ പാറ്റകൾ, അതേപോലെ ചെതലുകൾ, അതേപോലെ കാക്കകൾ, ഇതൊക്കെ കൂട്ടമായി സമൂഹമായി ജീവിക്കുന്ന ജീവികളാണ്. പക്ഷെ ഇവക്കാർക്കും കുടുംബങ്ങളില്ല. ബന്ധത്തിന്റെ കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഇല്ല. അത് മനുഷ്യന് മാത്രമാണുള്ളത്. ഈ കുടുംബം എന്ന സംവിധാനം മനുഷ്യന്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ എപ്പോഴെങ്കിലും രൂപം കൊണ്ട ഒരു പ്രത്യേക സാമൂഹ്യ അവസ്ഥയല്ല. ഇത് മനുഷ്യനെ സൃഷ്ടിച്ച അവന്റെ സൃഷ്ടാവായ പടച്ച തമ്പുരാൻ മനുഷ്യന് ശ്വസിക്കുവാൻ വായു കൊടുത്തതുപോലെ
അവന് കുടിക്കുവാൻ വെള്ളം കൊടുത്തതുപോലെ അവന് ജീവിക്കുവാൻ അനിവാര്യമായ ഒരു സംവിധാനമായിട്ടാണ് കുടുംബം എന്ന ഏർപ്പാടിനെ ഉണ്ടാക്കിയത്. ഇത് മനുഷ്യൻ ഉണ്ടാക്കിയതല്ല, അള്ളാഹു ഉണ്ടാക്കിയതാണ്. ഒന്നാമത്തെ മനുഷ്യനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ച് അദ്ദേഹത്തിന് ഭക്ഷണമോ വസ്ത്രമോ പാർപ്പിടമോ നൽകുന്നതിന് മുമ്പ് അല്ലാഹു തആല നൽകിയത് ഒരു ജീവിത പങ്കാളിയെയാണ്, ഒരു ഇണയെയാണ്, ഒരു സഹയാത്രികയെയാണ്. ആദ്യമായി മനുഷ്യൻ ഭൂമിയിലേക്ക് വരുന്നത് ഒറ്റക്കല്ല. ആദം ഒറ്റക്കല്ല ഭൂമിയിലേക്ക് വരുന്നത്. ആദമിന്റെ കൂടെ ആദമിന്റെ കുടുംബത്തിന്റെ ഭാഗമായി ആദമിന്റെ ഭാര്യ ഹവ്വ കൂടി ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ മനുഷ്യന്റെ ജീവിതം തന്നെ ഈ ഭൂമിയിൽ കുടുംബമായിട്ടാണ് നടക്കുന്നത്. എന്തിനാണ് ലോകത്ത് മനുഷ്യന് മാത്രം ഒരു കുടുംബം? എന്തുകൊണ്ട് ഇതര ജീവികളെ പോലെ മനുഷ്യൻ ഈ ലോകത്ത് ഒറ്റക്ക് ജീവിച്ചുകൂടാ? നിങ്ങൾക്കറിയോ, ഈ പ്രദേശത്ത്, ഈ മൂവാറ്റുപുഴയിൽ ഈ റോഡിൽ കൂടി ഓടി നടക്കുന്ന ഒരു നായ എന്ന് പറഞ്ഞ ഡോഗ്, നായ. ആ നായ ഒരു തീരുമാനം എടുക്കുകയാണ്. എന്താ തീരുമാനം എന്നറിയോ? എന്റെ ജീവിതത്തിൽ ഞാൻ ചാകുന്നത് വരെ, നായന്റെ തീരുമാനമാണ്, ഞാൻ ചാകുന്നത് വരെ എന്റെ വർഗത്തിൽപ്പെട്ട മറ്റൊരു നായയുടെ ഒരു നിലക്കുള്ള സഹായവും ഞാൻ സ്വീകരിക്കൂല. ഞാൻ ഒറ്റക്ക് ഈ ലോകത്ത് ജീവിക്കും എന്ന് ഒരു നായ തീരുമാനിച്ചാൽ, ആ നായ 100 കൊല്ലം ഈ ലോകത്ത് ജീവിച്ചു എന്നിരിക്കട്ടെ, ആ 100 കൊല്ലം തന്റെ പ്രതിജ്ഞ ഇത്തിരി പോലും ലംഘിക്കാതെ മറ്റൊരു നായയുടെ ഒരു നിലക്കുള്ള സഹായവും തേടാതെ, ആ സഹായം പറ്റാതെ ഈ നായക്ക് ഒറ്റക്ക് ജീവിക്കാം. ഈ നായക്ക് അസുഖമാകുമ്പോ ആശുപത്രി കൊണ്ടുപോകാൻ വേറെ ഒരു നായ വേണ്ട. ഈ നായക്ക് സങ്കടം വരുമ്പോ സമാധാനിപ്പിക്കാൻ വേറെ ഒരു നായ വരണ്ട. ഈ നായ സാമ്പത്തികമായി കുടുങ്ങുമ്പോ കടം കൊടുത്ത് സഹായിക്കാൻ വേറെ ഒരു നായന്റെ ആവശ്യമല്ല. ആ നായക്ക് ഈ ലോകത്ത് എത്ര കാലം വേണമെങ്കിലും ഒറ്റക്ക് ജീവിക്കാൻ കഴിയും. നായക്ക് മാത്രല്ല, ലോകത്ത് മനുഷ്യനല്ലാത്ത വേറെ ഏത് ജീവിക്കും ഈ ലോകത്ത് ഒറ്റക്ക് ജീവിക്കാൻ കഴിയും. ഞാൻ സൂചിപ്പിച്ചത്, ഈ ലോകത്ത് ജീവിക്കുന്ന ഏറ്റവും നിസ്സാരനായ ഒരു ജീവിക്ക് പോലും ഈ ലോകത്ത് സ്വന്തമായി ജീവിക്കുവാനുള്ള കഴിവുണ്ട്. എന്നാൽ മനുഷ്യൻ നല്ല ജിമ്മിലൊക്കെ പോയി നല്ല ശരീരമൊക്കെ നല്ല ഉഷാറായിട്ട് വളർത്തി, കൈയിൻ്റെ മസിലൊക്കെ ഇങ്ങനെ റാട്ട പോലെ വലിയ മസിലൊക്കെ ആയി, കുപ്പായത്തിൻ്റെ കൈയൊക്കെ ടൈറ്റാക്കി അങ്ങനെ അങ്ങാടി കൂടെ ഇങ്ങനെ നെളിഞ്ഞു നടക്കുന്ന ആരോഗ്യവാനായ മനുഷ്യൻ കണ്ടാൽ അയാളൊരു പർവ്വത സമാനമായി നടക്കുന്ന ഒരാള്. ഒരു 2 നേരം 2 പ്രാവശ്യം ആണ് വയറ്റിന്ന് പോയി കഴിഞ്ഞാൽ ആ മനുഷ്യൻ കുഴങ്ങി. അല്ലാ പടച്ചോനെ ഒന്ന് പിടിക്കണേ, അയാൾക്ക് നടക്കാൻ വയ്യ. ഒരു 2 പ്രാവശ്യം ഒന്നിച്ച് ഛർദിച്ചാൽ അവന്റെ ശരീരത്തിന്റെ മുഴുവൻ ശക്തിയും ഒലിച്ചുപോയി. പിന്നെ അവന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ മറ്റൊരാളുടെ താങ്ങ് വേണം. വായിൽ കൂടി വെള്ളമൊഴിച്ചു കൊടുത്താൽ മറുഭാഗത്തു കൂടി അത് പുറത്തു വരും. ദിവസങ്ങളോളം അവനെ സംരക്ഷിക്കണം, ദിവസങ്ങളോളം അവന് കൂട്ടിരിക്കണം, ദിവസങ്ങളോളം അവന്റെ കൂടെ നമ്മൾ ഉണ്ടായിരിക്കണം. ലോകത്ത് മനുഷ്യനോളം ദുർബലനായ, മനുഷ്യനോളം നിസ്സാരനായ, നിസ്സഹായനായ മറ്റൊരു ജീവിയെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഒരു നായ നമ്മുടെ പിന്നാലെ കൂടിയാൽ നമ്മൾ ഓടണം. നമ്മൾ ഓടിയിട്ട് വീടിന്റെ ഉള്ളിൽ കയറി വാതിലടച്ചിട്ട് തിരിഞ്ഞു നോക്കും, നായ പോയോ. എന്തിനാണ്? നായക്ക് നമ്മളെ ഉപദ്രവിക്കാനുള്ള ആയുധം നായയുടെ കയ്യിൽ സ്റ്റോക്കാ. തിരിച്ച് ആ നായയെ തിരിച്ചുപദ്രവിക്കണമെങ്കിൽ നമുക്കൊരു കല്ലോ വടിയോ പുറത്തുനിന്ന് കിട്ടിയിട്ട് വേണം. നിസ്സാരനാണ് മനുഷ്യൻ, നിസ്സഹായനാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് മനുഷ്യൻ ഒറ്റക്കാവാൻ പാടില്ല. അവൻ ഒറ്റക്കാവാൻ പാടില്ല. അവന് താങ്ങായി, അവന് തുണയായി, അവന് സംരക്ഷണമായി, അവന് ആശ്വാസമായി, അവന് സമാധാനമായി അവന്റെ ചുറ്റുഭാഗത്തും കുറെ ആളുകൾ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുകൊണ്ട് അല്ലാഹു തആല അത്തരമൊരു സംവിധാനം, കുടുംബം എന്ന ഒരു സംവിധാനം മനുഷ്യന് വേണ്ടി ഉണ്ടാക്കി തന്നു. ഈ കുടുംബ സംവിധാനത്തിനെ ഒരു മനുഷ്യൻ തകർക്കാൻ ശ്രമിച്ചാൽ അല്ലാഹു അവനെ കഠിനമായി ശിക്ഷിക്കും. സംശയിക്കണ്ട. എനിക്കെന്തിനാ കുടുംബം? എനിക്കാരും സഹായം വേണ്ട, എനിക്കാരും ഔദാര്യം വേണ്ട, ഞാൻ ഒറ്റക്ക് ജീവിക്കും, ഒരു കുടുംബവുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവും വേണ്ട എന്ന് പറയുന്ന അഹങ്കാരികളെ കുറിച്ച് എന്താ ഇസ്ലാമിന്റെ അഭിപ്രായം എന്നറിയോ?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുടുംബ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എത്ര നിസ്കരിക്കട്ടെ, എത്ര നോമ്പ് നോൽക്കട്ടെ, എത്ര സക്കാത്ത് കൊടുക്കട്ടെ, എത്ര ഹജ്ജ് ചെയ്യട്ടെ, അല്ലാഹു തആല നിശ്ചയിച്ച കുടുംബങ്ങളുമായുള്ള ബന്ധം അവൻ മുറിച്ചു കളയുന്നുവെങ്കിൽ, അത് നിലനിർത്തുന്നില്ല എങ്കിൽ അവൻ സ്വർഗത്തിലെത്തുകയില്ല എന്ന് ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പുകൾ പൂർത്തിയാക്കി, മനുഷ്യന് ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി. എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞപ്പോ, എല്ലാ സംവിധാനങ്ങളും പൂർത്തിയായപ്പോ കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. ഹദീസ്, കുടുംബ ബന്ധം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് കുടുംബ ബന്ധം അല്ലാഹുവിനോട് ചോദിക്കുന്നു, അല്ലാഹുവേ, എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തിട്ടുള്ളത്? എനിക്ക് വേണ്ടി നീ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത് കുടുംബ ബന്ധത്തിനു വേണ്ടി? അല്ലാഹുവിന്റെ മറുപടി, നീയുമായി ബന്ധം ചേർക്കുന്നവരാരോ അവരുമായി ഞാനും കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ബന്ധങ്ങൾ ചേർക്കും. നീയുമായുള്ള ബന്ധം മുറിച്ചു കളയുന്നവരാരോ അവരുമായി എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. എന്റെ കാരുണ്യം, എന്റെ സ്വർഗം, എന്റെ ബർക്കത്ത്, എന്റെ അനുഗ്രഹങ്ങൾ അവർക്ക് നിഷേധിക്കപ്പെടും. വളരെ കൃത്യമാണ്. കുടുംബ ബന്ധങ്ങൾ കൊണ്ടു നടക്കുന്നവർക്ക് അല്ലാഹുവിന്റെ സ്വർഗമുണ്ട്. കുടുംബ ബന്ധങ്ങളെ മുറിച്ചു കളഞ്ഞവർക്ക് അല്ലാഹുവിന്റെ സ്വർഗത്തിൽ സ്ഥാനമില്ല, അവർ നരകത്തിലാണ് എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരു ഹദീസ് കൂടി ശ്രദ്ധിക്കുക. മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ഒരാഴ്ചയിൽ മനുഷ്യൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് മലക്കുകൾ കൊണ്ടുപോകുന്നത് എല്ലാ തിങ്കളാഴ്ചയിലും എല്ലാ വ്യാഴാഴ്ചയിലുമാണത്രേ. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടും, സൽക്കർമ്മങ്ങൾ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ തിങ്കളാഴ്ചയിലും വ്യാഴാഴ്ചയിലും നോമ്പ് നോൽക്കാൻ ഇഷ്ടപ്പെട്ടു. മനുഷ്യന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടു ചെല്ലുമ്പോൾ ചില മനുഷ്യരുടെ കർമ്മങ്ങളിലേക്ക് ചൂണ്ടി അല്ലാഹു തആല മലക്കുകളോട് പറയുമത്രേ, ആ മനുഷ്യന്റെ കർമ്മങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, അയാളുടെ സൽക്കർമ്മങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട. അയാൾ മറ്റൊരാളുമായി പിണങ്ങിയിട്ടുണ്ട്, തെറ്റിയിട്ടുണ്ട്, അവർ തമ്മിൽ ബന്ധമില്ല, ബന്ധം മുറിച്ചു കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ കർമ്മങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല. എന്നാണോ മരണത്തിന് മുമ്പ് അവർ നന്നാകുന്നത്, അന്നു മാത്രമേ അവരുടെ കർമ്മങ്ങൾ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടതുള്ളൂ. ചിലപ്പോ നമ്മൾ ചോദിക്കാറുണ്ടേ, എന്റെ എളാപ്പ, എന്റെ മൂത്താപ്പ, എന്റെ വല്ലിപ്പ, അവരുടെ മക്കളുമായിട്ട് എനിക്ക് ബന്ധമില്ല, തെറ്റിയിട്ടുണ്ട്, ഞങ്ങൾ പിണക്കത്തിലാണ്. നന്നാവണമെന്ന് ആരെങ്കിലും നമ്മെ ഉപദേശിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഞാൻ എന്തിനവരുമായി നന്നാവണം? എനിക്ക് അവരുടെ ഔദാര്യം വേണ്ട, എനിക്ക് അവരുടെ സഹായം വേണ്ട, ഞാൻ ഒറ്റക്ക് ജീവിക്കും. തെറ്റാണ് വാദം. എന്റെ സൽക്കർമ്മങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ എന്റെ കുടുംബ ബന്ധങ്ങൾ ഞാൻ ഭംഗിയായി ചേർത്തുകൊണ്ടിരിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട മതം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്നർത്ഥം അല്ലേ? അവരുടെ കർമ്മങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട, അവർ നന്നായതിനു ശേഷം കൊണ്ടുവന്നാൽ മതി. നമ്മളൊക്കെ സാധാരണ ജീവിച്ചിരിക്കുന്ന കാലത്ത് നന്നാവണം എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാവൂല. ഞാൻ നന്നാവും, എന്റെ പട്ടി വരുന്നൊക്കെ പറഞ്ഞാണ്ട് നമ്മൾ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കും. എന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് വെറുങ്ങലിച്ച ശരീരം വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് പള്ളിയുടെ മുമ്പിൽ നിസ്കരിക്കുവാൻ വേണ്ടി കൊണ്ടുവന്ന് വെച്ചാൽ പള്ളിയിലെ മുസ്ലിയാരോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ നടത്തുന്ന ഒരു കുമ്പസാരമുണ്ട്. എന്താ കുമ്പസാരം എന്നറിയോ? ഈ മരിച്ച ആള് എന്റെ വാപ്പയാണ്, നിങ്ങളോട് ആരെങ്കിലും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പൊറത്തു കൊടുക്കണം. പൊറുക്കൂല റബ്ബ്. അത് പൊറുക്കുവാൻ പറയേണ്ടത് അവന്റെ ജീവിതകാലത്തായിരുന്നു. അന്ന് അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് ബന്ധങ്ങളെ തച്ചുടച്ച് വലിച്ചെറിഞ്ഞവർ അല്ലാഹുവിന്റെ അടുക്കൽ അതിന്റെ കനത്ത ശിക്ഷക്ക് വിധേയരാകും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ കൃത്യമായി കൊണ്ടു നടക്കുക. എന്റെ സമയം കുറവായതുകൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു കുടുംബത്തിലെ ഓരോ അംഗങ്ങളും ഏത് രൂപത്തിലാണ് ജീവിക്കേണ്ടത്, അവരോട് ഏത് രൂപത്തിലാണ് ബന്ധപ്പെടേണ്ടത്, അവരോടുള്ള നമ്മുടെ പെരുമാറ്റങ്ങൾ ഏത് രൂപത്തിലായിരിക്കണമെന്ന് അല്ലാഹുവിന്റെ മതം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
മാതാപിതാക്കളോടുള്ള ബന്ധം എങ്ങനെയാവണം, മക്കളോടുള്ള ബന്ധം എങ്ങനെയാവണം, കുടുംബത്തിൽ ഭാര്യമാരോടുള്ള, ഭർത്താക്കന്മാരോടുള്ള, ജ്യേഷ്ഠാനുജന്മാരോടുള്ള ബന്ധങ്ങൾ ഏത് രൂപത്തിലായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ മതം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. പക്ഷേ സങ്കടം എന്ന് പറയട്ടെ, സങ്കടം പറയട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ ആരാധനകളിൽ കൊണ്ടു നടക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ പോലും തങ്ങളുടെ കുടുംബത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ നടപ്പിലാക്കുവാനും അത് കുടുംബത്തിൽ നിലനിർത്തുവാനും താല്പര്യം കാണിക്കുന്നില്ല എന്നത് ഏറെ സങ്കടകരമായ ഒരു വസ്തുതയായി അവശേഷിക്കുന്നു. സത്യത്തിൽ നമ്മളൊക്കെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ? കല്യാണം കഴിഞ്ഞ് ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് ഗൾഫ് നാടുകളിലേക്ക് ജോലി തേടി പോകുന്ന ചെറുപ്പക്കാർ ജീവിതത്തിന്റെ സിംഹഭാഗവും ആ മണലാരണ്യത്തിൽ ചെലവഴിക്കുന്നത് നാട്ടിൽ തങ്ങളുടെ കുടുംബം സന്തോഷത്തോടു കൂടി ജീവിക്കുവാൻ വേണ്ടിയല്ലേ? പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നെഞ്ചേറ്റി വാങ്ങിയത് തങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബം കഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടിയല്ലേ? തീർച്ചയായിട്ടും ഞാനും കുറച്ചു കാലം ഗൾഫിൽ പോയിട്ടുണ്ട്. അങ്ങനെ ഗൾഫിലെത്തിയ ഉടനെ ഒരിക്കങ്ങനെ റൂമിൽ വെറുതെ ഇങ്ങനെ അന്തം വിട്ടിരിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ പെങ്ങന്മാരെന്നെ വിളിച്ചു, സഹോദരിമാര് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താ പണി. അപ്പൊ ഞാൻ പറഞ്ഞു ചായ കുടിക്കുകയാണ്. അപ്പൊ എന്താ ചായ നിറങ്ങള്? തലേ ദിവസം രാത്രി വാങ്ങിയ 1 രൂപയുടെ ഹുബൂസിന്റെ പാക്കറ്റിൽ ബാക്കിയുള്ള ഒരു ഉണങ്ങിയ ഹുബൂസ് ഉണ്ട്. അതിങ്ങനെ കട്ടൻ ചായയിൽ മുക്കിയിട്ട് അതിങ്ങനെ ചവച്ച് എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ ആ ഫോൺ വന്നേ. അപ്പൊ എന്നോട് ചോദിച്ചു കാക്കു എന്താ പണി? ഞാൻ പറഞ്ഞു ചായ കുടിക്കുകയാണ്. ആ നന്നായി, എന്താ ചായക്ക് കടി? ഞാൻ പറഞ്ഞു ഹുബുസാണ്. ഹുബുസ് സൗദി അറേബ്യയിലെ പ്രസിദ്ധമായ ഹുബുസ്, അതാണ് എന്റെ ചായയുടെ കടി. അപ്പൊ നമ്മുടെ നാട്ടിലെ ഡിക്ഷണറിയില് ഹുബ്സ് എന്ന വാക്കിന് പത്തിരി അർത്ഥം കൊടുത്തേ, പത്തിരി. അപ്പൊ എന്റെ സഹോദരിമാർക്ക് തോന്നിയോ കാക്കു എത്ര ഭാഗ്യവാനാണ്, എല്ലാ ദിവസവും രാവിലെ പത്തിരിയും ചായയൊക്കെ കുടിക്കാനുള്ള ഭാഗ്യം ഉണ്ടല്ലോ ഗൾഫില്. ഞാൻ പറഞ്ഞു നിങ്ങളെ കാക്കു ഭയങ്കര ഭാഗ്യവാനാണ്, എല്ലാ ദിവസവും രാവിലെ പത്തിരിയും ചായയാണ് കുടിക്കണേ. ഞാൻ നാട്ടിക്ക് വരുമ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ പത്തിരിയും വാങ്ങി വരട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ നാട്ടിൽ പോണതിന്റെ തലേ ദിവസം നല്ല 4 റിയാലിന് നല്ല മിസ്രിന്റെ ഉമിയുള്ള ഹുബുസ് വാങ്ങാൻ കിട്ടും. നല്ല ഉമിയൊക്കെ ഉണ്ടാവുമേ ചൂടുള്ളത്. അത് 4 പാക്കറ്റ് വാങ്ങിയിട്ട് എന്റെ പെട്ടിന്റെ മേലെ തന്നെ വെച്ച് കെട്ടി. രാത്രി വീട്ടിലെത്തിയിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ രാവിലെ ചായക്ക് കടിയൊന്നും ഉണ്ടാക്കണ്ട, ഞാൻ ഗൾഫിൽ നിന്ന് പത്തിരി കൊടുന്നിക്കണ്. ഞാൻ നിസ്കരിച്ചു വന്നപ്പോഴും സുബൈക്ക് എന്റെ വീട്ടിലാകെ ഒരാഘോഷത്തിന്റെ പ്രതീതി. എന്താണ്? ഗൾഫിലെ പത്തിരി കൂട്ടി ചായ കുടിക്കാൻ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെ തിക്കി തിരക്കല്ലേ. ഞാൻ പെട്ടി തുറന്നിട്ട് എല്ലാവരുടെ കയ്യിലും ഓരോ ഗൾഫിലെ പത്തിരി കൊടുത്തു. അതിങ്ങനെ കടിച്ചിട്ട് ഇഞ്ചി കടിച്ച കുരങ്ങിന്റെ മാർക്കിനെ ഇരിക്കുന്നു ഓരോരുത്തര്. ഇത് തിന്നാൻ പറ്റുമോ എന്ന് ചോദിച്ചു എന്നോട്. ഇത് തിന്നാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു തിന്നാൻ പറ്റുമെന്നല്ല, അത് തിന്നിരിക്കണം. ഒരു കഷ്ടമെങ്ങാനും ആരെങ്കിലും ബാക്കിയാക്കിയ അടിച്ചിട്ട് തല ഞാൻ പൊട്ടിക്കും. കാരണം ഇക്കണ്ട കോൺക്രീറ്റ് ബംഗ്ലാവുകളും ഇക്കണ്ട മന്ദിരങ്ങളും ഈ നാട്ടിലെ ജനങ്ങളുടെ സമ്പത്തിന്റെ മുഴുവൻ വളർച്ചയും ഈ കടലാസ് പോലത്തെ കുബൂസുകൾ, ആ റൊട്ടികൾ തിന്ന് പാവപ്പെട്ടവരുണ്ടാക്കിയ പണമാണ് ഈ രാജ്യത്തിന്റെ പണത്തിന്റെ എല്ലാ വളർച്ചക്കും കാരണമെന്ന് ഞാൻ എൻ്റെ കുടുംബത്തിന് പറഞ്ഞു കൊടുത്തു. അതൊരു സത്യ. എന്റെ ഒരു പ്രസംഗത്തിന് വേണ്ടി ഗൾഫിൽ ചെന്നപ്പോ ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഇന്ന് രാത്രി എന്റെ റൂമിൽ വന്ന് താമസിക്കുവോ? ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, എവിടെങ്കിലും ആയി ഉറങ്ങിയാൽ മതിയല്ലോ. 30 കിലോമീറ്റർ മരുഭൂമിയിൽ കൂടി സഞ്ചരിച്ച് ഒരു താൽക്കാലികമായ ജോലിക്കാരുടെ ഒരു ലേബർ ക്യാമ്പിലാണ് ഞാൻ എത്തിപ്പെട്ടത്. ഓരോ റൂമിലും 6-7 ആളുകൾ കിടന്നുറങ്ങുന്നു. എയർ കണ്ടീഷൻ പ്രവർത്തിക്കുന്നുണ്ട്, തണുപ്പില്ല, ഒച്ച മാത്രമേ ഉള്ളൂ. ഏതോ ഒരു 4-കിട കമ്പനിയുടെ ലേബർ ക്യാമ്പാണ്. രാത്രി ഞാൻ ഉറങ്ങിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ അതിനേക്കാൾ അത്ഭുതകരമായ കാഴ്ച. ചെറിയ ടെമ്പററി ഫൈബർ കൊണ്ടുണ്ടാക്കിയ ബാത്റൂമുകൾ മരുഭൂമിയിൽ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചേക്കുക. ഓരോ ബാത്റൂമിന്റെ മുമ്പിലും 10-20 ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട്. ജോലിക്ക് പോകാനുള്ള കമ്പനിയുടെ ബസ് ടെന്റിന്റെ മുമ്പിൽ ഒരുങ്ങി നിൽക്കുന്നു. ആളുകൾ വല്ലാത്ത ധൃതിയിലാണ്. ആ ക്യൂവിൽ ഒരുവനായി ഞാനും നിന്നു. എന്റെ ബാക്കിൽ എന്റെ സുഹൃത്തുണ്ടായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, മൗലവി എന്റെ വീട് പുതിയ വീടുണ്ടാക്കി ആ വീട്ടിലേക്ക് താമസം തുടങ്ങിയ ശേഷമാണ് ഞാൻ ഇപ്രാവശ്യം ഗൾഫിലേക്ക് വന്നത്. എന്റെ വീടിന് 4 ബെഡ്റൂമുകളുണ്ട്. 4 ബെഡ്റൂമുകളും ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ്. എന്റെ വീടിന്റെ പുറത്ത് 2 കോമൺ ബാത്റൂമുകൾ വേറെയുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്വന്തമായിട്ട് 6 ബാത്റൂമുകൾ എനിക്കുണ്ട്.
എന്റെ വീട്ടിൽ ആകെയുള്ളത് എന്റെ ഭാര്യയും 2 മക്കളും മാത്രമാണ്. ജോലിക്ക് വരുന്ന ഒരു സ്ത്രീയും രാത്രി എന്റെ ഭാര്യക്ക് പേടിയാണെങ്കിൽ എന്റെ ഉമ്മ കിടക്കാൻ വേണ്ടി വരാറുണ്ട്. ആ ഉമ്മയുമടക്കം എന്റെ വീട്ടിലുള്ള ആകെ ആളുകളുടെ എണ്ണം ഒരു മുറിയിൽ കൊള്ളാവുന്ന ആളുകളെ ഉള്ളൂ. പക്ഷേ 6 ബാത്റൂമുകൾ എനിക്ക് സ്വന്തമായിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞത്, മൗലവി നമ്മളെ കുടുംബം എങ്ങാനും അറിയോ? 6 ബാത്റൂമുകൾ സ്വന്തമായുള്ള ഞാൻ ഈ തകർന്നു വീഴാൻ കാത്തിരിക്കുന്ന ഈ ബാത്റൂമിന്റെ വാതിലും തള്ളിപ്പിടിച്ചുകൊണ്ട് മണിക്കൂറുകൾ വരി നിന്നാണ് എന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്. എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രയാസങ്ങൾ സഹിക്കുന്നത് എന്ന് എന്നെങ്കിലും എന്റെ കുടുംബം അറിയുമോ മൗലവി? അയാൾ കണ്ണീരോടുകൂടി എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഒരിക്കലും നമ്മുടെ ഈ ത്യാഗങ്ങൾ, നമ്മുടെ ഈ കഷ്ടപ്പാടുകൾ നമ്മുടെ കുടുംബങ്ങൾ അറിയാതിരിക്കട്ടെ. അവർ സുഖിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ, അവർ ആനന്ദിക്കട്ടെ. നമുക്ക് അവർക്ക് വേണ്ടി കഷ്ടപ്പെടാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അന്നേ ദിവസം എനിക്കുണ്ടായ ഒരനുഭവം കൂടി പറയുമ്പോഴേ എന്റെ വിഷയത്തിന്റെ കനം ശരിയാവുകയുള്ളൂ. രാത്രി എന്റെ നാട്ടിലെ ഒരു സുഹൃത്ത് ആ പ്രദേശത്തുണ്ട് എന്നറിഞ്ഞപ്പോ ഞാൻ അയാളെ കാണാൻ അയാളുടെ റൂമിലേക്ക് ചെന്നു. രാത്രി 12 മണിക്കാണ് ഞാൻ അയാളുടെ റൂമിലെത്തിയത്. റൂം തുറന്നിട്ടില്ല. തൊട്ടടുത്ത റൂമിലെ ഫിലിപ്പീൻകാരനായ ആള് എന്നോട് പറഞ്ഞു, 1 മണിക്കേ വരൂ, 1 മണിക്ക് വരും. 1 മണി വരെ ഞാൻ അയാളുടെ റൂമിന്റെ മുമ്പിൽ കാത്തിരുന്നു. 1 മണിയായപ്പോ അയാളുടെ കമ്പനിയുടെ ബസ്സിൽ അയാൾ വന്നിറങ്ങി. ഞാൻ പ്രതീക്ഷിച്ചത് അയാൾ എന്നെ കാണുമ്പോൾ സ്നേഹത്തോടു കൂടി കെട്ടിപ്പിടിക്കും, കുശലാന്വേഷണം നടത്തും. ഇല്ല, അയാൾ എന്നെ കണ്ടപ്പോ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. വളരെ തിടുക്കത്തിൽ അയാൾ റൂമിന്റെ വാതിൽ തുറന്നു. അയാൾ എന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. ആ സംസാരത്തിന്റെ ഇടക്ക് ഇത്തിരി അരി കഴുകി അയാൾ ഒരു പാത്രത്തിലിട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ അയാളുടെ വസ്ത്രങ്ങൾ അഴിച്ച് അയാൾ ബാത്റൂമിലേക്ക് കയറി അയാളത് അലക്കിക്കൊണ്ടിരുന്നു. എന്നോട് സംസാരിച്ചു കൊണ്ട് തന്നെ ആ അലക്കിയ വസ്ത്രങ്ങൾ അയാൾ ഉണക്കുവാൻ വേണ്ടി വീടിന്റെ പുറത്തെ അയലിൽ കൊണ്ടുവന്നിട്ടു. അപ്പോഴേക്കും അടുപ്പത്തെ ചോറ് വെന്തിരുന്നു. അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ചോറ് വേണോ? ഞാൻ പറഞ്ഞു വേണ്ട. എന്നോട് സംസാരിച്ചുകൊണ്ട് ഞാനും അയാളും തൊട്ടടുത്ത കടയിൽ പോയി 1 റിയാലിന്റെ ഒരു പാക്കറ്റ് തൈര് വാങ്ങി. ആ തൈരിന്റെ പാക്കറ്റ് പൊളിച്ചിട്ട് ആ ചോറിന്റെ കലത്തിലേക്ക് അയാൾ കമഴ്ത്തി. ഇത്തിരി ഉപ്പ് അതിലേക്കിട്ട് കുഴച്ച് അയാൾ ആ ചോറ് തിന്നു. ഇടക്കിടക്ക് എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് വേണോ? ഞാൻ പറഞ്ഞു വേണ്ട. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ സംസാരിച്ച് അയാൾ ചോറ് തിന്ന പാത്രം കഴുകി ആ കലം അവിടെ തന്നെ കമഴ്ത്തി വെച്ചിട്ട് അയാളുടെ കട്ടിലിലേക്ക് കയറിക്കടന്ന് അയാളുടെ പുതപ്പ് തലയിലേക്ക് മൂടിയിട്ടുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞു, രാവിലെ 6 മണിക്ക് ഡ്യൂട്ടിയാണ്, ഞാൻ ഉറങ്ങട്ടെ. ഞാൻ പറഞ്ഞു ഗുഡ് നൈറ്റ്, അസ്സലാമു അലൈക്കും. ഞാൻ മടങ്ങി. വൈകുന്നേരം രാത്രി 1 മണിക്ക് വീട്ടിലെത്തി തന്റെ വസ്ത്രമലക്കി തനിക്ക് വേണ്ടി ചോറുണ്ട്. തന്റെ നാടിന്റെ വിശേഷങ്ങൾ അന്വേഷിച്ചറിഞ്ഞ മനുഷ്യന് രാവിലെ 6 മണിക്ക് അയാൾക്ക് വീണ്ടും ജോലിക്ക് പോകേണ്ടതുണ്ട്. ആർക്കു വേണ്ടിയാണ് അയാൾ അധ്വാനിക്കുന്നത്? അയാളുടെ സുഖത്തിന് വേണ്ടിയല്ല. 1 റിയാലിന് ഒരു കുപ്പി പെപ്സി ലഭിക്കുന്ന നാട്ടിൽ 1 പെപ്സി പോലും വാങ്ങാതെ ആ പണം രൂപയാക്കി സ്വന്തം നാട്ടിലേക്ക് കൊടുത്തയച്ച് സ്വന്തം കുടുംബത്തിന്റെ വിശപ്പടക്കാൻ, ആ കുടുംബം സന്തോഷിക്കുവാൻ പണിയെടുക്കുന്ന കുടുംബനാഥന്മാരാകുന്നു എന്റെ മുമ്പിലിരിക്കുന്ന മുഴുവൻ സ്ത്രീകളും മുഴുവൻ പുരുഷന്മാരും ഒക്കെ. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരൊറ്റ കാര്യത്തിലേക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി, അള്ളാഹു നമുക്ക് തന്ന നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ കുടുംബത്തിന് വേണ്ടി നാം ചെയ്തു കൊടുക്കേണ്ട ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്താണ്? ഇത് ഞാൻ ചോദിക്കുമ്പോ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ മറുപടി ഉണ്ട്. കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം, കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണം, കുടുംബത്തിന് ഭക്ഷണം കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്വം. സഹോദര, ഈ ലോകത്ത് കുട്ടികൾ ഉണ്ടാകുന്ന ഏതൊക്കെ ജീവികളുണ്ടോ ആ ജീവികൾക്കൊക്കെ അതിന്റെ രക്ഷിതാക്കൾ തിന്നാൻ കൊടുക്കും. എല്ലാ ജീവികൾക്കും. ഒരു തള്ളക്കോഴിക്ക് 25 മുട്ട വെച്ച് കൊടുത്താൽ, അള്ളാന്റെ തൗഫീഖ് കൊണ്ട് ആ 25 കോഴിമുട്ടയും വിരിഞ്ഞാൽ, കാക്കയും കുറുക്കനും പട്ടിയും പാമ്പും ഒന്നും പിടിച്ചു തിന്നിട്ടില്ലെങ്കിൽ ആ 25 കോഴിക്കുഞ്ഞുങ്ങളെയും ആ തള്ളക്കോഴി തിന്നാൻ കൊടുത്ത് വളർത്തി വലുതാക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഒരു തള്ളക്കോഴി ഒരു 4-5 കുട്ടികളെയും കൊണ്ട് ഒരു എത്തിങ്ങാനി ചെന്നുകാണ്ട്, എനിക്ക് കുറെ കുട്ടികളുണ്ട്, ബാപ്പ എവിടെയാന്ന് അറിയില്ല, നോക്കാൻ കഴിയില്ല, 4 കുട്ടികളെ നിങ്ങൾ ചേർക്കണമെന്ന് ഇന്ന് വരെ ഒരു തള്ളക്കോഴി ഒരു എത്തിങ്ങാനിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ലോകത്ത് ഏതെല്ലാം ജീവികൾക്ക് മക്കളുണ്ടോ ആ മക്കളെ തീറ്റിപ്പോറ്റുവാൻ ആ ജീവികൾക്ക് യാതൊരു പ്രയാസവുമില്ല. അതിന്റെ പേരിൽ ഒരു ജീവിയും ഈ ലോകത്ത് കഷ്ടപ്പെടുന്നില്ല. നമുക്ക് എത്ര കുട്ടികളുള്ളത്? 1.25 കുട്ടികൾ.
ഒരു കുട്ടിയായപ്പോ തന്നെ പെണ്ണുങ്ങൾ പറയൽ തുടങ്ങി, അല്ല എന്താ അത്, നിർത്തണ്ടേ, ആരെ കൊണ്ടാ നോക്കാൻ കഴിയാ, നമ്മളെ കൊണ്ട് കഴിയോ, എന്താ നിങ്ങളെ വിചാരം? 1.25 കുട്ടികളെ, ആ 1.25 കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയാണോ ഈ കണ്ട അധ്വാനങ്ങളൊക്കെ? അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊരു കുടുംബത്തെ തന്നിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ മേൽ അല്ലാഹു നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യന്മാരെ, ഖൂ അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ കാത്തു രക്ഷിക്കണം കേട്ടോ. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ കാത്തു രക്ഷിക്കണം കേട്ടോ. നമ്മുടെ ശരീരത്തെ നരകത്തിന്റെ തീജ്വാലയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മുടെ കർമ്മങ്ങൾക്കല്ലാതെ മറ്റൊരാളുടെ കർമ്മങ്ങൾ കൊണ്ട് സാധിക്കുകയില്ല. എന്റെ വാപ്പ വളരെ നല്ല മനുഷ്യനാ, ഒരൊറ്റ നിസ്കാരം ഒഴിവാക്കൂല, ഒരൊറ്റ നോമ്പ് ഒഴിവാക്കൂല, എല്ലാ ഇസ്ലാമിന്റെ കാര്യങ്ങളും ഭംഗിയായി നിർവഹിക്കുന്ന, ഒരു തെറ്റും ചെയ്യാത്ത സാത്വികനായ നല്ല മനുഷ്യനാണ് എന്റെ വാപ്പ എന്ന് വിചാരിക്കും. അതുകൊണ്ട് എനിക്ക് പരലോകത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒരു ഗുണമില്ല. എന്റെ വാപ്പ ഒരുപാട് നന്മകളുമായി സ്വർഗത്തിലേക്ക് പോകുമ്പോ, സ്വർഗത്തിലേക്ക് പോകാൻ നന്മയില്ലാതെ നരകത്തിലേക്ക് വേണ്ടി റബ്ബ് എന്നെ തിരിച്ചുവിടുമ്പോ എന്റെ ബാപ്പ പറയോ, പടച്ചോനെ നിന്റെ വലിയ മോനാണത്, വലിയ പ്രയാസം, ഇനി വേണ്ടത്ര നന്മയൊന്നും ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് എന്റെ നന്മയിൽ നിന്ന് ഇത്തിരി എന്റെ മോന് കൊടുത്ത് അവനെയും കൂടി നീ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാമോ റബ്ബേ എന്ന് എന്റെ ബാപ്പ പടച്ചോനോട് ചോദിക്കൂല. ഇനി ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമല്ല. ചോദിച്ചില്ലേ? ആര്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊരു കഥ പറഞ്ഞു തരുന്നുണ്ട്. മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കഥ. എന്താണ് ആ കഥ എന്നറിയോ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബാപ്പ ആസർ വിഗ്രഹാരാധകനായിരുന്നു, വിഗ്രഹങ്ങളുടെ നിർമ്മാതാവായിരുന്നു, വിഗ്രഹങ്ങളുടെ കച്ചവടക്കാരനായിരുന്നു. ആ ആസറിനെ ഇബ്രാഹിം നബി മതത്തിലേക്ക് വിളിച്ചു. പക്ഷേ ആസർ കേട്ടില്ല. ആസർ ഇബ്രാഹിം നബിയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ആസർ മരിച്ചു, ഇബ്രാഹിം നബി മരിച്ചു, നമ്മളൊക്കെ മരിക്കും. നാളെ പരലോകത്ത് എല്ലാവരെയും അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ പിതാവ്, ഇബ്രാഹിം നബിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ബാപ്പ വളരെ സങ്കടത്തോടെ, പേടിയോടുകൂടി, ദയനീയമായി, നിസ്സഹായനായി ഇബ്രാഹിം നബിയുടെ പിതാവ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ആരാ ഇബ്രാഹിം നബി? നിങ്ങൾക്ക് ആരാ ഇബ്രാഹിം നബി? ഖലീലുള്ള, അള്ളാഹുവിന്റെ സുഹൃത്ത്. ഈ ലോകത്തിലെ കോടിക്കണക്കിന് മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരൊറ്റ മനുഷ്യനെ ജീവിതത്തിന്റെ നൈർമല്യം കൊണ്ട് അല്ലാഹു തആല തന്റെ സുഹൃത്തായി തെരഞ്ഞെടുത്തു. ആ സുഹൃത്തായി ഇബ്രാഹിം നബി. ആ മഹാനായ പ്രവാചകന്റെ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആധാരമായി അല്ലാഹു തആല നിശ്ചയിച്ചത്. മില്ലത്ത അബീക്കും ഇബ്രാഹിം, നിങ്ങളുടെ പിതാവായ ഇബ്രാഹിം നബിയുടെ മാർഗത്തിലാണ് നിങ്ങൾ ജീവിക്കേണ്ടത് എന്ന് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത്രയും ഉന്നതമായ സ്ഥാനത്തുള്ള ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ പിതാവ് അദ്ദേഹത്തിന്റെ മുമ്പിൽ പേടിയോടുകൂടി നിന്നു. ഇബ്രാഹിം നബി ബാപ്പാനോട് ചോദിക്കുകയാണ്, ബാപ്പാ, ഞാൻ നിങ്ങളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ, നിങ്ങളത് കേട്ടോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിച്ചോ, വിശ്വസിച്ചോ? ആ ബാപ്പ പറഞ്ഞു, മോനെ, ഇന്നലെ വരെ നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല, ഒന്നും ഞാൻ അനുസരിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്കെല്ലാം എന്റെ പച്ചയായ കണ്ണുകൊണ്ട് കണ്ടപ്പോൾ എല്ലാം സത്യമെന്ന് എനിക്ക് ബോധ്യമായി. പുനർജന്മം, വിചാരണ, നരകം, സ്വർഗം എല്ലാം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. നീ പറഞ്ഞത് സത്യമാണെന്ന്. ഞാൻ വിളിച്ചാരാധിച്ചിരുന്ന ഒരു ദൈവങ്ങൾക്കും ഒരു വിഗ്രഹങ്ങൾക്കും എന്നെ സഹായിക്കാൻ കഴിയുകയില്ല എന്ന് എനിക്കിപ്പോൾ ബോധ്യമായിരിക്കുന്നു. അതുകൊണ്ട് മോനെ, എന്നെ കൈവിടരുത്, എന്നെ സഹായിക്കണം. ബാപ്പ പാവം ഇബ്രാഹിം നബി, ബാപ്പയോടുള്ള സ്നേഹം. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. എന്താ പ്രാർത്ഥിച്ചത് അറിയോ? അള്ളാഹുവേ നാഥാ, ഇന്നത്തെ ദിവസം എന്നെ അപമാനിക്കുകയില്ല എന്ന് റബ്ബേ നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ റബ്ബേ? അങ്ങനെ ഉണ്ടോ? നമ്മളോടൊക്കെ പടച്ചോൻ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണ്. എന്നാണ് ആ പ്രാർത്ഥന അറിയോ? വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, അല്ലാഹുവേ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ മാനം കെടുത്തരുതേ റബ്ബേ, അപമാനിക്കല്ലേ റബ്ബേ.
നമ്മളൊക്കെ നാട്ടുകാരുടെ മുമ്പിൽ എന്തൊരു നല്ല ആൾക്കാരാണ് നിങ്ങൾ, ഇസ്തിരി കെട്ട കുപ്പായ ഉഷാറായിട്ട്. നമ്മുടെ മക്കളെ മുമ്പിൽ എത്ര ഡീസന്റ് രക്ഷിതാക്കളാ നമ്മൾ, നാട്ടുകാരുടെ മുമ്പിൽ എത്ര ഉഷാറാ നമ്മൾ. പക്ഷേ നമ്മുടെയൊക്കെ രഹസ്യ ജീവിതത്തിൽ നാം ചെയ്തു കൂട്ടിയ വേണ്ടാത്തരങ്ങളും വൃത്തികേടുകളും അതൊക്കെ നാളെ വിചാരണ സമയത്ത് അള്ളാഹു എങ്ങാനും പുറത്തേക്കിട്ടാൽ, നാം ചെയ്ത വേണ്ടാത്തരങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ റബ്ബെങ്ങാനും പുറത്തേക്ക് വലിച്ചിട്ടാൽ നമ്മുടെ മക്കൾ പോലും മൂക്കത്ത് വിരൽ വെക്കും. പടച്ചോനെ, ഇയാളെ ഇപ്പൊ ഞാൻ ബാപ്പാന്ന് വിളിച്ചിനി, എന്തൊക്കെ തോന്നിയാസാ മൂപ്പർ ചെയ്തിക്കണേലേ, മാനം കെടും. അതുകൊണ്ടാ പറഞ്ഞത് പ്രാർത്ഥിക്കണം നിങ്ങൾ. വലാ തുഖ്സിനാ യൗമൽ ഖിയാമ, അല്ലാഹുവേ ഖിയാമത്ത് നാളിൽ ഞങ്ങളെ നീ മാനം കെടുത്തരുതേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കണം. ഇബ്രാഹിം നബി അങ്ങനെ പ്രാർത്ഥിച്ചിനി. അന്ന് അല്ലാഹു ഇബ്രാഹിം നബിക്ക് ഒരു വാക്ക് കൊടുത്തു, നിന്നെ മാനം കെടുത്തൂല. ആ വാക്ക് വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുക, പടച്ചോനെ ഇന്നത്തെ ദിവസം എന്നെ അപമാനിക്കുകയില്ല എന്ന് നീ എന്നോട് പറഞ്ഞിരുന്നില്ലേ റബ്ബേ, എന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഈ രൂപത്തിൽ കാണുന്നതിനേക്കാൾ എന്ത് അപമാനമാണ് റബ്ബേ എനിക്കുള്ളത്. ഓ വല്ല നബിയാണോലോ, മൂപ്പര ബാപ്പാന്റെ അവസ്ഥ കണ്ടില്ലേ എന്ന് ജനങ്ങൾ പറയുന്ന ആ അപമാനത്തിനേക്കാൾ വലിയ എന്ത് അപമാനമാണ് റബ്ബേ എനിക്കുള്ളത്. ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചു. എന്തേ പടച്ചോ മറുപടി പറഞ്ഞേ, ഇബ്രാഹിം നിന്റെ ബാപ്പയാണോ, സാരല്ല, ഇജ് ബാപ്പാനെ കൂട്ടി സ്വർഗത്ത് പോയിട്ട് ഒരു ചായയൊക്കെ വാങ്ങി കൊടുക്ക് എന്ന് പറഞ്ഞ് ബാപ്പാനെ ഇബ്രാഹിം നബിന്റെ കൂടെ സ്വർഗത്തിലേക്ക് വിട്ടോ? ഇല്ല. അള്ളാഹുവിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഇബ്രാഹിം, എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം ഹറാമാണ് എന്ന്? അത് ബാപ്പയായാലും മക്കളായാലും കുടുംബമായാലും ബന്ധുവായാലും ശിർക്ക് ചെയ്തവർക്ക് സ്വർഗം ഹറാമാണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇബ്രാഹിം? പിന്നെ എന്തിനാ വേണ്ടാത്തൊരു വർത്താനം, എന്തിനാ വേണ്ടാത്തൊരു സംസാരം? നീ നിന്റെ കാൽച്ചുവട്ടിലേക്ക് നോക്ക്. ഇബ്രാഹിം നബി കാൽച്ചുവട്ടിലേക്ക് നോക്കുമ്പോൾ കാഴ്ച എന്തോ ഒരു കാഴ്ചയാണ് കാണുന്നത് എന്ന് കേൾക്കണോ? അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹിം നബിയുടെ കാൽച്ചുവട്ടിൽ കിടന്ന് ദയക്ക് വേണ്ടി, അനുകമ്പക്ക് വേണ്ടി ഇബ്രാഹിം നബിയുടെ കാൽച്ചുവട്ടിൽ കിടന്ന് യാചിക്കുകയാണ്, വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പേടികൊണ്ട്. പാവം മനുഷ്യൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കി നിൽക്കേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കി നിൽക്കെ അള്ളാഹുവിന്റെ മലക്കുകൾ ഈ മനുഷ്യരെ ചങ്ങലകളിൽ ബന്ധിച്ച് നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമത്രേ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നോക്കി നിൽക്കെ അദ്ദേഹത്തിന്റെ പിതാവിനെ അള്ളാഹുവിന്റെ മലക്കുകൾ നരകത്തിലേക്ക് തൂക്കിയെറിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് സ്വഹീഹുൽ ബുഖാരിയിൽ സത്യസന്ധമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കഥ നമുക്ക് പറഞ്ഞെന്ന്? ഇബ്രാഹിം നബി നിങ്ങൾ വിചാരിക്കും പോലെ വലിയ ആളൊന്നല്ല. സ്വന്തം ബാപ്പയെ സഹായിക്കാൻ പോലും ഇബ്രാഹിം നബിക്ക് സാധിച്ചിട്ടില്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണോ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കഥ പറഞ്ഞത്? അല്ല. ഇബ്രാഹിം നബി എന്ന അള്ളാഹുവിന്റെ അടുക്കൽ എമ്പാടും സ്ഥാനമാനമുള്ള ഒരു മനുഷ്യന് പോലും താൻ ഏറെ സ്നേഹിക്കുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിന്റെ ഭീകരമായ നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന അനിഷേധ്യമായ സത്യം നമ്മളെ പഠിപ്പിക്കാൻ അവനവൻ ചെയ്ത പ്രവർത്തനങ്ങൾക്കല്ലാതെ മാതാപിതാക്കളുടെ പുണ്യം കൊണ്ട്, പ്രസ്ഥാനത്തിന്റെ വലിപ്പം കൊണ്ട്, നേതാക്കന്മാരുടെ മഹത്വം കൊണ്ട്, കുടുംബത്തിന്റെ തറവാടിന്റെ ശക്തി കൊണ്ട് നാളെ റബ്ബിന്റെ മുമ്പിൽ ഒരു മനുഷ്യനും രക്ഷപ്പെടാനാവുകയില്ല എന്ന അടിസ്ഥാനപരമായ പാഠം പഠിപ്പിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് ഏറ്റവുമേറെ സ്നേഹിച്ച തന്റെ കരളിന്റെ കഷ്ണമെന്ന് പ്രവാചകൻ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞ തന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഒരിക്കൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചു. യാ ഫാത്തിമ ബിനത്തി മുഹമ്മദ്, മുഹമ്മദിന്റെ മോളെ ഫാത്തിമ ഇവിടെ വാ. ഫാത്തിമ ബീവി വന്നു, പ്രവാചകന്റെ നെഞ്ചോട് ചേർന്ന് നിന്നു. ആ ഫാത്തിമ ബീവിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മൂർധാവിൽ ഉമ്മ വെച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബീവിയോട് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞറിയോ? മോളെ ഫാത്തിമ, ഈ ലോകത്ത് ഞാൻ നിന്റെ ബാപ്പയാണ്. നിനക്കെന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഈ ബാപ്പയോട് ചോദിച്ചോ. മറക്കണ്ട, മടിക്കണ്ട. സാധിക്കുമെങ്കിൽ ഈ ബാപ്പ അത് ചെയ്തു തരും. പക്ഷേ മോളെ, നാളെ പരലോകത്ത് നീ എന്റെ മകളാണ് എന്നതുകൊണ്ട്
നിനക്ക് വേണ്ടി ഒരു വാക്കുപോലും പറയാൻ നാളെ റബ്ബിന്റെ മുമ്പിൽ നിനക്ക് വേണ്ടി ഒരു വാക്കുപോലും പറയാൻ ഈ ബാപ്പക്ക് കഴിയില്ല കേട്ടോ മോളെ. നിന്റെ പരലോകം നീ തന്നെ നോക്കണം കേട്ടോ. നിന്നെ സഹായിക്കാൻ ഈ ബാപ്പക്ക് കഴിയുകയില്ല കേട്ടോ എന്ന് സ്വന്തം മകളെ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപദേശിച്ചത് ലോകത്തിന് മുഴുവനും പാഠമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യന്മാരെ, ഖൂ അൻഫുസക്കും, നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ കാത്തുരക്ഷിക്കുക. ആണും പെണ്ണും, പെണ്ണുങ്ങളോടൊക്കെ എനിക്ക് സാധാരണ പെണ്ണുങ്ങളെ കാണുമ്പോൾ പാവം തോന്നലുണ്ട്. കാരണം ദുന്യാവിലെ എല്ലാ ഇടങ്ങേറും ഈ പെണ്ണുങ്ങൾക്കാ, എല്ലാ ഇടങ്ങേറും. മാത്രല്ല ഓല ജീവിതം തന്നെ വീട്ടിലെ പുരുഷന്മാർക്കും കുട്ടിയേക്കും വേണ്ടി മാറ്റിവെച്ചേക്ക. ആണുങ്ങൾ നിസ്കരിക്കാൻ പോകും, ആണുങ്ങൾ വയലിന് പോകും, ആണുങ്ങൾ ദഅവത്തിന് പോകും, ആണുങ്ങൾ സക്കാത്ത് കൊടുക്കും, ആണുങ്ങൾ മറ്റേത് മറിച്ചതൊക്കെ ചെയ്യും. പെണ്ണുങ്ങൾക്ക് ഒരു പണിയില്ല, ആകെ പണി ഈ ആണുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് വീട് തുടച്ച് വൃത്തിയാക്കി ഇസ്തിരിട്ട് കാണ്ട് ഇങ്ങനെ ഇരിക്കുക. നമ്മളൊക്കെ ഈ മലമ്പുഴയിൽ ചെന്നാലേ അവിടെ ഒരു സ്നേക്ക് പാർക്ക് ഉണ്ട്, നിങ്ങൾ കണ്ടിട്ട് പറയില്ല. ആ സ്നേക്ക് പാർക്ക് ചെന്നാല് വലിയൊരു കൂട്ടില് വലിയ ഒരു പെരുമ്പാമ്പുണ്ട്. ഈ പെരുമ്പാമ്പിന്റെ കൂട്ടില് രാവിലെ നമ്മൾ ചെന്നാല് ആ കൂടിന്റെ മൂലക്കെ 2-3 ബ്രോയിലർ കോഴികളെ കാണാം. അവിടെ ഇങ്ങനെ ചിക്കിച്ചനക്കി കൊത്തി തിന്ന് 2-3 കോഴികള് ആ കൂടിന്റെ മൂലക്കെ ഉണ്ടാവും. അത് ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്ന കോഴിയൊന്നല്ല, നമ്മുടെ സാധാരണ ഫാമിൽ നിന്ന് വാങ്ങിയ കോഴിയാ. എന്തിനാ അറിയോ? ഈ പാമ്പിനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കുറച്ച് കഴിഞ്ഞ് ഈ പാമ്പ് ഇങ്ങനെ ഹാറിന് തൊള്ളയും കാട്ടി വരുമ്പോ ഈ കോഴി ഇങ്ങനെ തല താത്തി നിന്ന് കൊടുക്കും. അപ്പൊ പാമ്പ് അങ്ങനെ വിഴുങ്ങും. ആ പാമ്പ് വരുന്നത് വരെ ഈ കോഴി ചിക്കിച്ചനക്കി തിന്ന് അവിടെയൊക്കെ വൃത്തിയാക്കി വയറൊക്കെ നിറച്ച് ഉസാറായിട്ടിരിക്കുക. ഒരൊറ്റ ലക്ഷ്യം ആ കോഴിക്കുള്ളൂ ജീവിതത്തിൽ. എന്താ നിങ്ങള്? ഈ പാമ്പിന്റെ ഭക്ഷണമാവണം. നമ്മളെ പെണ്ണുങ്ങൾ അങ്ങനെ ആ പാമ്പിനെ കാണുമ്പോൾ ഈ പെണ്ണുങ്ങളെ ഓർമ്മ വരും. എന്താ നിങ്ങൾ ആണുങ്ങൾ പറയടി ഞാൻ പള്ളി പോവാട്ടോ, ആയിക്കോട്ടെ. ഓൾ അവിടെ ഇങ്ങനെ തിണ്ടുമ്പോ പേനം നോക്കി അങ്ങനെ ഇരിക്കും. ഓക്കോട്ടെ, നിസ്കാരമില്ല, നോമ്പുമില്ല, ജക്കാത്തുമില്ല, ദഅവത്തുമില്ല, ജമാഅത്തുമില്ല, ജുമയില്ല, ഒന്നുമില്ല. ഓലിങ്ങനെ കുടുംബത്തിന് വേണ്ടി ഒരു മെഴുകുതിരി പോലെ കത്തി കത്തി എരിഞ്ഞ് അവസാനം കരിന്തിരി കത്തി കെട്ടുപോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നാളെ റബ്ബിന്റെ മുമ്പിൽ സൽക്കർമ്മത്തിന്റെ കുറവുമായി തലകുനിച്ച് നിങ്ങൾ കാത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായ സൽക്കർമ്മങ്ങൾ തരാൻ നിങ്ങളുടെ ഭർത്താക്കൾ, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നാളെ പരലോകത്തുണ്ടാവുകയില്ല. അവനവന്റെ കാര്യം, അവനവന്റെ ശരീരം അവനവൻ തന്നെ നോക്കണമെന്ന ഇസ്ലാമിന്റെ പാഠം എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മറക്കാതിരിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ള മനുഷ്യന്മാരെ, ഖൂ അൻഫുസക്കും, നിങ്ങളുടെ സ്വന്തം ശരീരത്തെ നിങ്ങൾ കാത്തുരക്ഷിക്കുക. പിന്നെ വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങൾ കാത്തുരക്ഷിക്കണം. എന്തിൽ നിന്ന്? പട്ടിണിയിൽ നിന്നല്ല, രോഗങ്ങളിൽ നിന്നല്ല, പ്രയാസങ്ങളിൽ നിന്നല്ല, നാറൻ നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന്. വഖൂദുഹന്നാസു വൽ ഹിജാറ, ആ നരകത്തിന്റെ ഇന്ധനം. നരകത്തിന്റെ ഇന്ധനം എന്താ? കൽക്കരിയ, പെട്രോളിയ, വിറക, ചിരട്ട. എന്താ നരകത്തിന്റെ ഇന്ധനം? വഖൂദുഹാ, ആ നരകത്തിന്റെ ഇന്ധനം എന്ന് പറയുന്നത് അന്നാസു വൽ ഹിജാറ. അന്നാസു വൽ ഹിജാറ, മനുഷ്യനും കല്ലുകളുമാണ്. മനുഷ്യനെയും കല്ലുകളെയും ഇന്ധനമാക്കി കത്തിക്കുന്ന ആ നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് നിന്റെ സ്വന്തം ശരീരത്തെയും നിന്റെ കുടുംബത്തെയും നീ കാത്തുരക്ഷിക്കണം കേട്ടോ എന്ന് നമ്മുടെ പ്രിയപ്പെട്ട റബ്ബ്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന്റെ നാഥന്മാരെ, നായകന്മാരെ, ബാപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച ഏറ്റവും കരുത്തുറ്റ, ഏറ്റവും കഠിനമായ ഉത്തരവാദിത്വം സ്വന്തം ശരീരത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുക. ഇതാകുന്നു കുടുംബത്തിന്റെ മേൽ എനിക്കും നിങ്ങൾക്കും നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്തം. എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചു, പൈസ ഇല്ലാഞ്ഞിട്ട് വീട് വിറ്റു പഠിപ്പിച്ചു തന്നെ വെക്കുക, അങ്ങനെ വിചാരിക്കും. അങ്ങനെ ഞാൻ പഠിച്ചു, നല്ല മാർക്കോടുകൂടി പാസ്സായി. ഇന്ത്യയുടെ പരമോന്നത സിവിൽ സർവീസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ IAS കാരനായി. ഈ എറണാകുളം ജില്ലയുടെ ജില്ലാ കലക്ടറായി ഞാൻ അവരോധിക്കപ്പെട്ടു 30ാമത്തെ വയസ്സിൽ. ഉദാഹരണം പറയട്ടോ, 30ാമത്തെ വയസ്സിൽ എറണാകുളം ജില്ലയുടെ കലക്ടറായിട്ട് എനിക്ക് ജോലി കിട്ടി.
വലിയ ഓഫീസ്, പരിചാരകന്മാര്, അധികാരം എല്ലാം എന്റെ കൈവെള്ളയിൽ. ഞാൻ അങ്ങനെ രാജാവിനെ പോലെ വാണരുളാണ്. എന്റെ വാപ്പ ഒരുപാട് കാലം കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പൊസിഷനിലെത്തിയത്. 30ാമത്തെ വയസ്സിൽ കലക്ടറായി. എത്ര കാലം കലക്ടറായിട്ട് ആ അധികാരത്തോടു കൂടി എനിക്ക് ആ കസേരയിൽ ഇരിക്കാൻ കഴിയും? ഒരു 500 കൊല്ലം ഇരിക്കാൻ കഴിയോ? വേണ്ട 250 കൊല്ലം, വേണ്ട ഒരു 100 കൊല്ലം, വേണ്ട ഒരു 50 കൊല്ലം ഈ ലോകത്ത് സുഖമായി ജീവിക്കാൻ ആരെ കൊണ്ട കഴിയാം? നമ്മുടെ മക്കൾ സുഖമാകണമെന്ന് ആഗ്രഹിക്കുന്നവരാ നമ്മള്. പക്ഷേ ഈ ലോകത്ത് നമ്മുടെ കുടുംബത്തിനും മക്കൾക്കും നമുക്ക് കൊടുക്കാൻ കഴിയുന്ന സുഖത്തിന്റെ അളവെത്രയാണ്? ഒരു 35 വയസ്സാകുമ്പോഴേക്കിനെ ശരീരത്തിനൊക്കെ ഒരു വേദനയൊക്കെ. അപ്പൊ ഡോക്ടറെ പോയി കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നില്ല, BP ഇത്തിരി കൂടുതലുണ്ട്, ബ്ലഡ് പ്രഷർ. പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഭക്ഷണത്തിൽ കഴിക്കുമ്പോ ഉപ്പ് ഒഴിവാക്കിയാൽ മതി. അത്രേ ഉള്ളൂ. സമാധാനായി. വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, എടി BP ഇത്തിരി ഉണ്ട്, അതുകൊണ്ട് ഉപ്പ് വേണ്ടാന്ന് ഡോക്ടർ പറഞ്ഞേക്കണ്. അന്ന് രാത്രി ഭാര്യ തന്ന കഞ്ഞി കുടിച്ചപ്പോഴാണ് സത്യത്തിൽ ഒഴിവാക്കിയ സാധനത്തിന്റെ വില മനസ്സിലായത്. ഉപ്പില്ലാത്ത കഞ്ഞിന്റെ അവസ്ഥ എന്താല്ലേ? കുടിക്കന്നെ വേറെ നിർവാഹമല്ലല്ലോ. എന്റെ ജീവിതത്തിന്റെ പകുതി പോയി, ഉപ്പിൽ പോയി പകുതി. ഒരു 6 മാസം കഴിഞ്ഞപ്പോ കണ്ണിനൊക്കെ ഒരു മൂടല്, ഒരു തലമിന്നലൊക്കെ. ഒന്നും കൂടി ഡോക്ടറെ കണ്ടപ്പോ ഡോക്ടർ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, പഞ്ചസാരന്റെ അളവിത്തിരി കൂടുതലുണ്ട്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ഭക്ഷണത്തിൽ മധുരം ഒഴിവാക്കിയാൽ മതി. ഉപ്പും മധുരം ഒഴിവാക്കിയിട്ട് ഈ ദുന്യാവിൽ ജീവിക്കണോ? എത്ര കോടി ഉണ്ടായിട്ട് എന്താ കാര്യം? ഉപ്പും മധുരവും പറ്റൂലെങ്കിൽ. അതും കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോ അവിടെയും ഇവിടേക്ക് ഒരു വേദന. ഒന്നും കൂടി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കാനൊന്നും വേണ്ട, കൊളസ്ട്രോൾ ഇത്തിരി കൂടുതലുണ്ട്, അതുകൊണ്ട് ഇറച്ചി, മീന്, നെയ്ച്ചോറ്, ബിരിയാണി, കരിച്ചത്, പൊരിച്ചത്, പലഹാരം, ഫാസ്റ്റ് ഫുഡ്, ബേക്കറി, ബിസ്ക്കറ്റ് ഇതൊന്നും തിന്നണ്ടായിരുന്നു. അപ്പൊ ശരിക്കും ഡോക്ടറോട് ചോദിച്ചു, അല്ല ഡോക്ടറെ, സത്യത്തിൽ ഇപ്പൊ എനിക്ക് കേടില്ലാതെ തിന്നാൻ പറ്റുമെങ്കിൽ എന്താ തിന്നാൻ പറ്റുക? ഡോക്ടർ പറഞ്ഞേ, പച്ചവെള്ളം വൈക്കോലും ആവാം, വേറെ ഒന്നും തിന്നാൻ പറ്റൂല. വലിയ വലിയ പണക്കാരായ ആൾക്കാരുടെ വീട്ടിക്ക് ചിലപ്പോൾ ചെല്ലും. നമ്മുടെ മുമ്പിൽ കോഴി പൊരിച്ചതും ആട് വരട്ടിയതും ചപ്പാത്തി, പൊറോട്ട, നെയ്ച്ചോറ്, ബിരിയാണി, ഉസ്താദ എന്ത് വേണമെങ്കിൽ തിന്നോളി നമ്മളെ മുമ്പിൽ. അല്ല നിങ്ങൾക്ക് വേണ്ടേ? എനിക്ക് വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നോളാം. അല്ല നിങ്ങൾ തിന്നാലേ ഞാൻ തിന്നോളൂ. അല്ല ഞാൻ കുറച്ച് കഴിഞ്ഞ് തിന്നോളാം. അല്ല നിങ്ങൾ തിന്നാലേ ഞാൻ തിന്നോളൂ. വാശി പിടിച്ചു. അപ്പൊ മൂപ്പര് ഭാര്യയോട്, എടേ എന്നാ എന്റെ അവിടെ എടുക്കുക പറഞ്ഞു. അപ്പണ്ട് ഭാര്യ ഒരു കടലാസിൽ, ഒരു പ്ലേറ്റിൽ 2-3 കടലാസുമായിരിക്കും ചപ്പാത്തി. അതിൽ ഉപ്പില്ല, ഒരു വസ്തുവില്ല. അതും പിന്നെ ഒരു ഗ്ലാസ്സിലൊരു വെള്ളം. ചായയാണോ? ചായ അല്ല. കാപ്പിയാണോ? കാപ്പി അല്ല. ചാപ്പിയാണല്ലോ, എന്താ സാധനമാവോ? ഒരു ചൂടുവെള്ളം. എന്നിട്ട് ഇങ്ങനെ ഞാനിങ്ങനെ കോയൊക്കെ കടിച്ചിങ്ങനെ തിന്നുമ്പോൾ മൂപ്പർ ഇങ്ങനെ കടലാസ് കീറിനമാർക്ക് ഈ ചപ്പാത്തി ഇങ്ങനെ കീറിയിട്ട് അതിലിങ്ങനെ പൊതിർത്തിയിട്ട് കുരങ്ങ് ഇഞ്ചി കടിച്ചമാർക്ക് നമ്മളെ മുഖത്തേക്ക് നോക്കാൻ തന്നെ മൂപ്പർക്ക് നാണം. എന്താ അവസ്ഥ? ഇതാപ്പ ഈ ലോകത്ത് കിട്ടാനുള്ള സുഖേ. എന്റെ മോനെ കോടീശ്വരനാക്കിയിട്ട്, എന്റെ മകളെ കോടീശ്വരിയാക്കിയിട്ട്, അവർക്ക് വേണ്ടി ഈ ലോകത്ത് എനിക്ക് നേടിക്കൊടുക്കാനുള്ള സുഖത്തിന്റെ പാരമ്യതയെ കുറിച്ചാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ പറഞ്ഞത്. ഈ ലോകത്ത് എന്റെ മകളെ ഡോക്ടറാക്കി, എന്റെ മകനെ എഞ്ചിനീയറാക്കി, അവരെ കോടീശ്വരനാക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കുന്നതോടൊപ്പം നാളെ അള്ളാഹുവിന്റെ ഭീകരമായ നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് എന്റെ മക്കളെ, എന്റെ കുടുംബത്തെ രക്ഷപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ, അതിനാവശ്യമുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ മക്കളോട് ഞാൻ ചെയ്യുന്നത് ഏറ്റവും വലിയ ക്രൂരതയല്ലേ? ഈ ലോകത്ത് എത്ര സുഖമുണ്ടായാലും ഈ ജീവിതത്തിന് ഒരു പരിധിയുണ്ട്. നോക്കിങ്ങള്, ഇന്ന് രാവിലെ 8 മണിക്ക് നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചു. ആരാ മരിച്ചത്? വളരെ വേണ്ടപ്പെട്ട ഒരാളാ. നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിനൊക്കെ ഏറെ വേണ്ടപ്പെട്ട ഒരാളാ മരിച്ചത്. എപ്പോഴാ മരിച്ചതെന്നറിയോ? രാവിലെ 8 മണിക്ക്. അയാളെ വീട്ടിലേക്ക് ആൾക്കാർ ഇങ്ങനെ ഒഴുകി. എല്ലാവരും ചർച്ചയിലാണ്. എന്താ ചർച്ച എന്നറിയോ? ഈ മനുഷ്യൻ മരിക്കരുത്, നല്ല മനുഷ്യനാണ്, ഇയാൾ മരിക്കാനായിട്ടില്ല, ഏത് ആശുപത്രിയിൽ പോയാലും എത്ര പണം കൊടുത്താലും ഇയാളുടെ ജീവൻ തിരിച്ചു കൊടുക്കണം. അതിനെ കുറിച്ചാണോ ചർച്ച? അല്ല. പിന്നെന്താ നിങ്ങള് എപ്പോഴാ മയ്യത്തെടുക്കുക? 10-60 കൊല്ലം ഒരു നാടിന് വെളിച്ചമായി, ഒരു കുടുംബത്തിന് താങ്ങായി ഒരു മനുഷ്യൻ ഓടി നടന്നിട്ട് അയാൾ മരിച്ചപ്പോ ചർച്ചതാ എപ്പോഴാ മയ്യത്തെടുക്കുക. അപ്പോ ഇസ്ലാം ദീനിനെ കുറിച്ച് ലേശ അറിവുള്ള ഒരാൾ പറഞ്ഞേ, വല്ലാതെ വൈകണ്ട, നമുക്കൊരു 11 മണിക്കാൻ എടുത്താലോ. അങ്ങനെയാണ്, മരിച്ചാ പിന്നെ പാത്തെക്കാൻ പാടില്ല, അപ്പൊ തന്നെ എടുത്തോളാം. അപ്പൊ അയാൾ പറഞ്ഞു, ഒരു 11 മണിക്ക് എടുത്താലോ. 8 മണിക്കാ മരിച്ചതേ, 3 മണിക്കൂർ അനുവദിച്ചു കൊടുത്തേ. അപ്പൊ ഒരാൾ പറഞ്ഞു, അത് നേരത്തെ അല്ലേ, കുറച്ചും കൂടി 2 മണി ആയാലോ, കുറച്ച് ബന്ധുക്കളൊക്കെ വരാണ്ട്. അപ്പൊ അവസാനത്തെ ഫൈനൽ തീരുമാനം, അസർ നിസ്കാരത്തിന്റെ മുമ്പ് മയ്യത്തെടുക്കണം 3 മണിക്ക്.
8 മണിക്കാ മരിച്ചത്, 3 മണിക്ക് മയ്യത്തെടുക്കണം. എത്ര മണിക്കൂറാണ് ആ വ്യക്തിക്ക് വേണ്ടി അയാളുടെ നാടും കുടുംബവും അനുവദിച്ചു കൊടുത്തത്? ഏതെങ്കിലും വീട്ടുകാർ പറഞ്ഞോ, ഇതാ ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പയാണ് മരിച്ചത്, ഈ വാപ്പയെ കണ്ടിട്ട് ഞങ്ങൾക്ക് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് ഒരു 4 ദിവസമെങ്കിലും ഞങ്ങളുടെ വാപ്പയുടെ മയ്യത്ത് ഞങ്ങൾക്ക് കാണുവാൻ വേണ്ടി ഞങ്ങളുടെ മുമ്പിൽ കിടത്തി തരണമെന്ന് ഏതെങ്കിലും മക്കള് വാപ്പാക്ക് വേണ്ടി കരഞ്ഞ നിങ്ങൾ ആരെങ്കിലും കേട്ടോ? കേട്ടിട്ടില്ലല്ലോ, ആരും കരഞ്ഞിട്ടില്ല. ഏതെങ്കിലും മാതാപിതാക്കൾ കരഞ്ഞോ? ഈ വീട് ഞങ്ങളുടെ മകന്റെ വിയർപ്പാണ്, ഈ വീട്ടിൽ പാർത്തവന് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് ഒരു 4 ദിവസമെങ്കിലും ഞങ്ങളുടെ മകന്റെ മയ്യത്ത് ഈ വീട്ടിൽ കിടത്തി തരണമെന്ന് മയ്യത്തും കട്ടിലിന്റെ മേലെ കമിഴ്ന്ന് വീണ് ഏതെങ്കിലും മാതാപിതാക്കൾ കരഞ്ഞത് നിങ്ങൾ ആരെങ്കിലും കേട്ടോ? മണിക്കൂർ കൊണ്ട് കൊണ്ടുപോകും, കുഴിച്ചിടും, മടങ്ങിപ്പോരും നമ്മളൊക്കെ. അതാണ് മനുഷ്യന്റെ ഈ ഭൂമിയിലെ ജന്മം. ആ ജന്മത്തിന് വേണ്ടിയാണോ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ഈ കഷ്ടപ്പെട്ടതൊക്കെയും? അതിനുവേണ്ടിയാണോ അവർക്ക് വേണ്ടി നമ്മൾ ഈ പ്രയാസപ്പെട്ടതൊക്കെയും? ആവരുത് പ്രിയപ്പെട്ടവരെ, ആവരുത്. ഈ ലോകത്ത് 10, 50, 60, 70 വർഷം ഇത്തിരി കഷ്ടപ്പെട്ടാലും ശരി, നാളെ റബ്ബിന്റെ ഭീകരമായ നരകത്തിന്റെ തീജ്വാലകളിലേക്ക് എന്റെ മക്കൾ, എന്റെ പ്രിയപ്പെട്ട കുടുംബം പോകരുത് എന്നാഗ്രഹിക്കാൻ എന്നാണോ നമുക്ക് സാധിക്കുന്നത്, അന്നു മാത്രമേ കുടുംബത്തെ സ്നേഹിക്കുന്നവരായി മാറാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുകയുള്ളൂ. അതല്ലേ സ്നേഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ ലോകത്ത് ഒരു പുരുഷന് ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറഞ്ഞാല് കേരള സർക്കാരിന്റെ കാരുണ്യ ലോട്ടറി കിട്ടുക എന്നല്ല പറഞ്ഞേ. പിന്നെന്താ പറഞ്ഞറിയോ? ഏറ്റവും നല്ല പെണ്ണിനെ ഭാര്യയായി കിട്ടുക. എന്റെ സഹോദരിമാർ കേൾക്കുക, ഏറ്റവും നല്ല പെണ്ണിനെ ആർക്കാണോ ഭാര്യയായി കിട്ടിയത് അയാൾ ഈ ഭൂമിയിലെ ഭാഗ്യവാനാണത്രേ. ആരാ ഏറ്റവും നല്ല പെണ്ണ്? ആരാ ഏറ്റവും നല്ല പെണ്ണ്? കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുന്ന, 5 അക്ക ശമ്പളം വാങ്ങുന്ന, സൗന്ദര്യവതിയായ, തറവാടിയായ, പാചക നൈപുണ്യമുള്ള, എന്തൊക്കെ വിശേഷണങ്ങളാ നമ്മുടെ നാവിലുള്ളത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും നല്ല പെണ്ണിന് കൊടുത്ത നിർവചനം, എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരെ, സഹോദരിമാരെ കേൾക്കുക, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കേൾക്കുക. ആരാണ് ഏറ്റവും നല്ല പെണ്ണ് എന്നറിയോ? ഇംറഅത്തുൻ തുഈനുക ഫീ അംരിൽ ആഖിറ, നിന്റെ പരലോകത്തിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന ഭാര്യ. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ്, എന്റെ പ്രിയപ്പെട്ട മക്കൾ, എന്റെ പ്രിയപ്പെട്ട കുടുംബം നാളെ ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിന്റെ ഭീകരമായ നരകത്തിന്റെ തീജ്വാലകളിലേക്ക് പോകരുത്, അതിന് കാരണമാകുന്ന ഒരു പ്രവൃത്തിയും ഞാൻ അനുവദിക്കുകയില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഈമാനുള്ള, തഖ്വയുള്ള ഒരു പെണ്ണിനെ ആർക്കാണോ ജീവിതത്തിന്റെ പങ്കാളിയായി കിട്ടിയത് അയാൾ ജീവിതത്തിന്റെ ഭാഗ്യവാനാകുന്നു. ഫർള് നിസ്കാരത്തിന്റെ സമയത്ത് നമസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ഭർത്താവിന്റെ മുഖത്ത് വെള്ളം തളിച്ചുണർത്തി ആ ഭർത്താവിനെ കൊണ്ട് നിസ്കരിപ്പിക്കുന്ന ഭാര്യ. അങ്ങനത്തെ ഒരു ഭാര്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എന്തൊരു ആശ്വാസങ്ങൾ. പടച്ചോനെ, എനിക്ക് തെറ്റുപറ്റൂലല്ലോ, അഥവാ തെറ്റുപറ്റിയാൽ എന്റെ ഭാര്യ എന്നെ തിരുത്തുമല്ലോ. അത്തരം ഒരു ഭാര്യയെ ജീവിതത്തിൽ കിട്ടിയവൻ പുണ്യം ചെയ്തവനാണെന്ന് നമ്മുടെ മതം നമ്മളെ പഠിപ്പിച്ചു. ഞായറാഴ്ച ഓഫീസിനൊക്കെ അവധിയാണേ, അന്ന് ഒഴിവാ. ഞായറാഴ്ച ഭർത്താവ് അങ്ങനെ കിടന്നുറങ്ങ മുറിന്റെ ഉള്ളില്. 7 മണിയായി, 8 മണിയായി, മൂപ്പര് എണീറ്റിട്ടില്ല. അപ്പൊ മക്കൾ ഇങ്ങനെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുക, ചെറിയ മക്കളെ. അപ്പൊ ഉമ്മ വന്നുകാണ്ട് മക്കളോട് പറയാ, മക്കളെ ഇവിടെ കളിച്ച് ഒച്ച ഉണ്ടാക്കി ബഹളം വെക്കല്, നിങ്ങൾ കുറച്ച് വിട്ടുപോയി കളിച്ചോളി. എന്റെ ഇവിടെ ഒച്ച ഉണ്ടാക്കിയാല് ബാപ്പ ഉണരും. ബാപ്പ ഉണർന്നാലോ? ബാപ്പ ഉണർന്നാല് ബാപ്പെങ്ങാനും എണീറ്റുകാണ്ട് സുബൈ നിസ്കരിച്ചാല് മക്കളെ ആകെ കുഴപ്പമായി. എന്തേ ഉമ്മ കുഴപ്പം? അതെ മക്കളെ, നിങ്ങൾക്കറിയോ, ഈ ദുന്യാവ് തന്നെ നിങ്ങളെ വാപ്പ എന്റെ ഭർത്താവായതോടുകൂടി എന്റെ ജീവിതം മഹാ കഷ്ടത്തിലായി. ഇനി നാളെ പരലോകത്ത് സ്വർഗത്തിലും കൂടി നിങ്ങളെ വാപ്പ എന്റെ ഒപ്പം ഉണ്ടെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല മക്കളെ. അതുകൊണ്ട് മക്കളെ, ബാപ്പാനോടത്തല്ലി, ബാപ്പ ഉറങ്ങി ഉറങ്ങി നരകത്തിലേക്ക് പോകട്ടെ, എന്റെ മക്കൾക്ക് മനോട് സ്നേഹം ഉണ്ടെങ്കിൽ ദൂരെ പോയി കളിക്കും മക്കളെ എന്ന് പറയുന്ന ഭാര്യ ഉണ്ടല്ലോ. സ്നേഹമുള്ള ഭാര്യയല്ല, ഓളെ വെടിവെച്ച് കൊല്ലണം അല്ലേ? തന്റെ ഭർത്താവ് നരകത്തിലേക്ക് വേണ്ടി കിടന്നുറങ്ങുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ഉറക്കം തുടർന്നു പോകാൻ ഒരു ഭാര്യ അനുവദിക്കുന്നു എങ്കിൽ അവൾ സ്നേഹമില്ലാത്ത ഭാര്യയാണ്. ഇവിടെ വേറെ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം എന്നറിയോ? നമ്മളെ ഭാര്യ എങ്ങാനും രാവിലെ സുബൈക്ക് എണീക്കാത്തതിന്റെ പേരിൽ നമ്മളെ മുഖത്ത് ലേശം വെള്ളം തൊളിച്ചാലേ
പിന്നെ ഓളെ ബോധം തെളിയണമെങ്കിൽ നമ്മൾ ബക്കറ്റ് കൊണ്ട് വെള്ളം പറഞ്ഞു തരും. ആ രൂപത്തിലാണ് നമ്മൾ കൈകാര്യം ചെയ്യുക. പിന്നെ എങ്ങനെയാ ഓല് വിളിക്കുക അല്ലേ? അങ്ങനെയാവരുത്. ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള കുടുംബം ഏതാണെന്നറിയുമോ നിങ്ങൾക്ക്? ഈ ലോകത്ത് ജീവിച്ച ഏറ്റവും ഭാഗ്യമുള്ള കുടുംബം ബറാക് ഒബാമയുടെ കുടുംബമല്ല, ടാറ്റയുടെ കുടുംബമല്ല, ബിർളയോ ലാലാജിയോ അംബാനിയോ അല്ല. ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യമുള്ള ധന്യമായ കുടുംബം മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബമാണത്രേ. എന്തേ അങ്ങനെ പറയാൻ കാരണം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ ഉത്തരവാദിത്തം എന്നറിയോ? നിങ്ങൾ എല്ലാവരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. എങ്ങനെ? മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കണം എന്നല്ല പറഞ്ഞേ, നിങ്ങൾ എല്ലാവരും മുഹമ്മദ് നബിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. എവിടെ പറഞ്ഞേ? യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. സത്യവിശ്വാസികളെ, നിങ്ങളൊക്കെ മുഹമ്മദ് നബിക്ക് വേണ്ടി ഗുണം ലഭിക്കുവാൻ, രക്ഷ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ആ പ്രാർത്ഥനക്ക് പറയുന്ന പേരാ സ്വലാത്ത്. അതാണ് നബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞേ. ആ സ്വലാത്ത് എന്താ സ്വലാത്ത്? ഏതാ നബിക്ക് വേണ്ടി ചൊല്ലേണ്ട സ്വലാത്ത്? അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. ചന്ദനത്തിരി കത്തിച്ചു വെച്ച് പള്ളിയിൽ തലയിനയുടെ മേലെ വെള്ളത്തുണി വിരിച്ച് അതിന്റെ മേലെ കമിഴ്ത്തി വെച്ച് മണിക്കൂറുകളോളം ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, അത് അല്ലാഹു പഠിപ്പിച്ച സ്വലാത്തല്ല, പ്രവാചകൻ പഠിപ്പിച്ച സ്വലാത്തല്ല, സഹാബത്തിന് പരിചയമുള്ള സ്വലാത്തല്ല. മുഹമ്മദ് നബിയുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണമെന്ന് ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവിടുത്തെ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്ക് സലാം പറയേണ്ടത് എങ്ങനെയാണ് എന്ന് ഞങ്ങൾക്കറിയാം. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്നാണ് അങ്ങയോട് സലാം പറയേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ റസൂലേ, അങ്ങേക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലേണ്ടത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതെങ്ങനെയാണ് ഞങ്ങൾ ചൊല്ലേണ്ടത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ വഹി അനുസരിച്ച് മുസ്ലിം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. പ്രിയപ്പെട്ടവരെ, ചില ആളുകൾ പറയാറുണ്ട് മുജാഹിദുകൾ സ്വലാത്ത് ചൊല്ലാത്തവരാണ്. ഞാൻ സത്യസന്ധമായി പറയട്ടെ, ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമല്ല 10 പ്രാവശ്യത്തിലേറെയെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്ത ഒരാൾക്ക് മുസ്ലിമായി ജീവിക്കാൻ സാധ്യമല്ല കേട്ടോ. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം 10 വട്ടെങ്കിലും ഒരാള് റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലിയിരിക്കണം. അത് ചെല്ലാത്ത മുജാഹിദല്ല, മുസ്ലിമാവൂല. ഏതാണ് പ്രിയപ്പെട്ടവരെ ആ സ്വലാത്ത് എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. അല്ലാഹുവേ, മുഹമ്മദ് നബിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നീ ഗുണം ചെയ്തു കൊടുക്കണമേ റബ്ബേ. കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹീം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്തു കൊടുത്തതുപോലെ അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ. അല്ലാഹുവേ, മുഹമ്മദ് നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണമേ റബ്ബേ. കമാ ബാരക്ത, നീ ബർക്കത്ത് ചെയ്തു കൊടുത്തതുപോലെ അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം. ഇബ്രാഹീം നബിക്കും കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകനും പ്രവാചകന്റെ കുടുംബത്തിനും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണമേ റബ്ബേ. നമ്മൾ പ്രാർത്ഥിക്കുക ഒരു ദിവസം പലവട്ടം. ഇത് പ്രാർത്ഥിക്കാത്ത മുസ്ലിം ആവൂല. ഇത് പ്രാർത്ഥിക്കാൻ റബീഉൽ അവ്വൽ മാസത്തിനെ കാത്തിരിക്കരുത് സഹോദരാ. ഇത് പ്രാർത്ഥിക്കാൻ റബീഉൽ അവ്വൽ 12 വരണ്ട. ഇത് പ്രാർത്ഥിക്കാൻ റബീഉൽ അവ്വലിലെ രാപ്പകലുകൾ വരണ്ട. 365 ദിവസവും നിന്റെ നാവിൽ നിന്ന് പല പ്രാവശ്യം ഈ സ്വലാത്ത് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകന് വേണ്ടി നീ ചൊല്ലണം. അത് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അത് ചൊല്ലാത്തവൻ മുസ്ലിം ആവുകയില്ല. പോട്ടെ, എന്താ ഈ പ്രാർത്ഥനയുടെ അർത്ഥം? ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ഗുണം ചെയ്തു കൊടുത്തതുപോലെ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും ബർക്കത്ത് ചെയ്തു കൊടുത്തതുപോലെ ഞങ്ങളെ നബിക്കും കുടുംബത്തിനും ഗുണവും ബർക്കത്തും ചെയ്തു കൊടുക്കണേ. അല്ല സഹോദര സഹോദരി, ഇബ്രാഹിം നബിന്റെ കുടുംബത്തിന്റെ കഥ അറിയാത്ത ആരാണ് ഈ കൂട്ടത്തിലുള്ളത്?
എന്താണ് ഇബ്രാഹിം നബിന്റെ കുടുംബത്തിന് കിട്ടിയ ബർക്കത്ത്? ഇബ്രാഹിം നബി രാജാവായോ? ഇബ്രാഹിം നബി പൈസക്കാരനായോ? ഇബ്രാഹിം നബി മന്ത്രിയായോ? ഇബ്രാഹിം നബി ഭരണാധികാരിയായോ? എന്താണ് ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും കിട്ടിയ ബർക്കത്ത്? എന്താ നിങ്ങള്? ഒരു ഉമ്മയും ഒരു ബാപ്പിയും ഒരു മകനും സ്വർഗത്ത് പോകാൻ വേണ്ടി അവർ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ, ഒരാള് സ്വർഗത്തിൽ പോകാൻ മറ്റുള്ളവർ അയാൾക്ക് നൽകുന്ന സഹായങ്ങൾ, അതാണ്. വിജനമായ മരുഭൂമിയിൽ ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി മടങ്ങുമ്പോ ഭാര്യ ചോദിക്കുക, അല്ല നിങ്ങൾ അള്ളാന്റെ കൽപ്പന പ്രകാരമാണോ ഇത് ചെയ്യണത്? അതെ. എങ്കിൽ ഭാര്യ പറഞ്ഞു, ധൈര്യമായി പോവുക, ഒരിക്കലും തിരിച്ചു വരരുത്, അള്ളാഹുവിന്റെ കൽപ്പനയെ ലംഘിക്കരുത്, ഞങ്ങളെ അള്ളാഹു സംരക്ഷിക്കും, നിങ്ങൾ തിരിച്ചു പോവുക. നിങ്ങള് സ്വന്തം ഭർത്താവിനോട് അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചിരിക്കണേ, ആ കൽപ്പന പൂർത്തിയാക്കിയില്ലെങ്കിൽ തന്റെ ഭർത്താവ് കുറ്റക്കാരനാവും. അതാവാതിരിക്കാൻ ആ ഭാര്യ ഒറ്റക്ക് മരുഭൂമിയിൽ തീഷ്ണമായ പരീക്ഷണങ്ങൾ കൈനീട്ടി വാങ്ങുക സ്വന്തം ഭർത്താവിന് വേണ്ടി. അല്ലേ? തീർന്നില്ല, മകനെ അറുക്കണം. അറുക്കുവാൻ മകന്റെ കൈ പിടിച്ചുകൊണ്ട് മിനായിലെ കുന്നിൻ ചെരുവിലേക്ക് നടന്നു ഇബ്രാഹിം നബി. വഴിക്ക് വെച്ച് മകനോട് ചോദിക്കുക, മോനെ നിന്നെ അറുക്കണമെന്ന് റബ്ബ് കൽപ്പിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? മകൻ പറഞ്ഞു, ബാപ്പാ അങ്ങനെ ഒരു കൽപ്പന ഉണ്ടെങ്കിൽ അറുത്തോളി. നമ്മളെ കുട്ടികളോടെ മോനെ ഞാൻ എന്നെ അറുക്കാൻ വേണ്ടി കൊണ്ടാകുകട്ടോ എന്ന് പറഞ്ഞാൽ എന്താ പറ്റിയ? നിങ്ങൾ ഒരു പിടി മണ്ണ് വരിങ്ങാണ്ട് നമ്മളെ കണ്ണുക്ക് എറിഞ്ഞുകാണ്ട് ഓടി തടിയെടുക്കും. പടച്ചോനല്ല ആര് പറഞ്ഞാലും ശരി എന്റെ മേത്ത് തൊടാൻ പറ്റൂല അറിയാം നമ്മളെ കുട്ടികള്. പക്ഷേ ഇസ്മായിൽ നബി എന്താ പറഞ്ഞാറിയോ? ബാപ്പാ എന്നെ അറുത്തോളി, അള്ളാന്റെ കൽപ്പനകൾ നിറവേറ്റിക്കോളി. എന്നിട്ട് ആ മകൻ പറയുന്ന 3 കാര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ മക്കളുണ്ടല്ലോ, ആ മക്കളെ മനസ്സിൽ കുറിച്ചുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. എന്താ മോൻ ആദ്യം പറഞ്ഞാൽ? നിങ്ങൾ ബാപ്പാ ഇന്ന അറുക്കണീന്റെ മുമ്പേ എന്റെ കൈയും കാലും ഒക്കെ കാട്ടുവള്ളികൾ കൊണ്ട് പിടിച്ചു കെട്ടണം കേട്ടോന്ന്. എന്തിനാണ്? ബാപ്പാ ഞാൻ എത്ര ക്ഷമിച്ചാലും കടിച്ചു പിടിച്ചാലും കഴുത്തിൽ കത്തിയമരുമ്പോൾ എന്റെ കൈ കൊണ്ട് അങ്ങയുടെ കൈ തടയുവാൻ, ആയുധം തടുക്കുവാൻ, പിടിച്ചു വെക്കുവാൻ, പെടഞ്ഞെണീക്കുവാൻ ഒരുപക്ഷെ ഞാൻ ശ്രമിക്കും. അങ്ങനെ സംഭവിച്ചാൽ ബാപ്പാ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ കൽപ്പന പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബാപ്പാ എന്റെ കൈകാലുകൾ കാട്ടുവള്ളികൾ കൊണ്ട് പിടിച്ചു കെട്ടണം കേട്ടോ. പിന്നെന്താ പറഞ്ഞാൽ? നിങ്ങള് ബാപ്പാ എന്നെ കമിഴ്ത്തിക്കടത്തി അറക്കണം കേട്ടോ. എന്തേ അത്? എന്നെ മലർത്തിക്കടത്തിയാൽ ബാപ്പാ നമ്മളെത്ര ക്ഷമിച്ചാലും കഴുത്തിൽ കത്തിയമരുമ്പോൾ നമ്മുടെ കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടിയാൽ ബാപ്പാ എന്റെ കണ്ണുകളിൽ നോക്കി എന്റെ കഴുത്തിൽ കത്തിവെക്കാൻ അങ്ങക്ക് കഴിഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട ബാപ്പാ എന്റെ മുഖം അങ്ങ് കാണരുത്, എന്നെ കമിഴ്ത്തിക്കടത്തണം കേട്ടോ. മൂന്നാമത് എന്താ പറഞ്ഞാൽ? നിങ്ങള് പ്രിയപ്പെട്ട ഉമ്മമാരെ കേൾക്കണം. എന്റെ ഉമ്മ ബാപ്പ ഉപേക്ഷിച്ചു പോയിട്ടും മരുഭൂമിയിൽ പൊന്നുപോലെ എന്റെ വളർത്തിയ ഉമ്മ, ആ ഉമ്മക്ക് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒന്നുമില്ല. എന്റെ ഈ കുപ്പായം ഇതെന്റെ ഉമ്മക്ക് തിരിച്ചു കൊടുക്കണം എന്റെ ഓർമ്മക്ക് വേണ്ടി. എന്റെ കുപ്പായത്തിൽ ചോരയായാൽ, എന്റെ കുപ്പായത്തിൽ ചോരയായാൽ അത് താങ്ങാൻ, ക്ഷമിക്കാൻ എന്റെ ഉമ്മക്ക് കഴിയാതെ വരും, അത് തെറ്റാകും. അതുകൊണ്ട് ബാപ്പ അറുക്കുന്നതിന് മുമ്പ് എന്റെ ഈ കുപ്പായം ചോരയാവാതെ അഴിച്ചു മാറ്റണം കേട്ടോ, അതെന്റെ ഉമ്മക്ക് കൊടുക്കണം കേട്ടോ. ഒരു മകൻ, ഒരു മകൻ ആയുധത്തിന് കത്തിവെച്ചു കൊടുക്കുമ്പോഴും തന്റെ ഉമ്മയും ബാപ്പയും നരകത്തിലെത്താതിരിക്കാൻ ത്യാഗങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു മകൻ. അതാണ് സുഹൃത്തെ ഈ ലോകത്തിലെ ഏറ്റവും ധന്യമായ കുടുംബം. ചില ആൾക്കാർ അഭിമാനത്തോടെ പറയും, എന്റെ 3 മക്കളും ഡോക്ടറാണ്, 4മത്തെ എഞ്ചിനീയറാണ്, പരമസുഖാണ്, എല്ലാവർക്കും ഭയങ്കര പൈസയാണ്. ഒരു വക്ത് നിസ്കരിക്കുന്നുണ്ടാവൂല, ഇസ്ലാമിന്റെ ഒരു അടയാളം ഉണ്ടാവൂല. എന്താണ് അവർ കുടുംബത്തിന് വാങ്ങിക്കൊടുത്തത്? പ്രിയപ്പെട്ടവരെ, സ്നേഹമെന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും കുടുംബത്തിന് ബ്രോസ്റ്റ് വാങ്ങിക്കൊടുക്കലല്ല, കോഴി ചുട്ടത് വാങ്ങിക്കൊടുക്കലല്ല. സ്നേഹമെന്ന് പറയുന്നത് എല്ലാ ബലിപെരുന്നാളിനും വീഗാലാൻഡിലേക്ക് ടൂർ പോകലല്ല. സ്നേഹമെന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ട കുടുംബം, എന്റെ ചോരയുടെ ഭാഗമായ എന്റെ പ്രിയപ്പെട്ട കുടുംബം നാളെ അള്ളാഹുവിന്റെ ഭീകരമായ നരകത്തിന്റെ തീജ്വാലകളിലേക്ക് പോകരുത്. അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുക, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. വല്ലദീന യഖൂലൂന
സത്യവിശ്വാസിയായ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമത്രേ, റബ്ബന ഞങ്ങളുടെ നാഥ, ഹബ്ലന ഞങ്ങൾക്ക് നീ നൽകണം, മിൻ അസ്വാജിന ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വമിൻ ദുർരിയാതിന ഞങ്ങളുടെ മക്കളിൽ നിന്ന്, ഖുർറത അയുനിൻ കുടുംബത്തിൽ നോക്കുമ്പോ സന്തോഷം തോന്നണേ റബ്ബേ, കുടുംബത്തിൽ നോക്കുമ്പോ സന്തോഷം തോന്നണേ റബ്ബേ. തീർന്നില്ല, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ അല്ലാഹുവേ ഞങ്ങളുടെ കുടുംബങ്ങളെ നീ മുത്തഖികളുടെ, നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന, നിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുന്ന, നിന്റെ വിധിവിലക്കുകൾ അനുസരിക്കുന്ന, നിന്റെ നരകത്തെ ഭയപ്പെടുന്ന, നിന്റെ സ്വർഗത്തെ പ്രതീക്ഷിക്കുന്ന മുത്തഖികളുടെ നേതാക്കന്മാരായി ഞങ്ങളെ നീ മാറ്റണമേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് സുഹൃത്തെ ഒരു മുസ്ലിമായ കുടുംബനാഥന്റെ അടയാളം. നിങ്ങൾക്കറിയോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ 5 വയസ്സ് പ്രായമുള്ള പേരക്കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് മദീന പള്ളിയിലേക്ക് വന്നു. ഒപ്പമുള്ള പേരക്കുട്ടി 5 വയസ്സ്, ഹസൻ റളിയല്ലാഹു അൻഹു 5 വയസ്സായിട്ടുള്ളൂ. റസൂലുള്ളാഹിന്റെ കയ്യും പിടിച്ച് പള്ളിയിൽ വന്നു. പ്രവാചകൻ ആരോടൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കെ ഈ ചെറിയ കുട്ടി പ്രവാചകന്റെ കയ്യിലെ പിടിവിട്ട് എങ്ങോട്ടോ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തിരിച്ചു വരുമ്പോ എന്തോ ചവച്ചുകൊണ്ടാ വരുന്നേ. നബി ചോദിച്ചു, എന്താണ് ചവക്കണേ? കുട്ടി പറഞ്ഞു, കാരക്കയാണ്. കാരക്ക പഴുക്കുന്ന കാലത്ത് മദീനയിൽ ചെരൽക്കല്ല് പോലെ കാരക്കയാണ്. എവിടെ നോക്കിയാണ് കാരക്ക. പണ്ടല്ല എപ്പോഴും മദീനയിലെ ഹൈവേ കൂടി ഒരു കീസും പിടിച്ചിങ്ങനെ നടന്നാല് 10 മിനിറ്റ് കൊണ്ട് റോഡിൽ ചാടിക്കണക്കിന് കാരക്കെടുത്ത് പെറുക്കിയാൽ ഈ കീസ് നിറയും. അത്ര കാരക്കുള്ള നാടാ മദീന. ആ മദീനയിലാണ് പ്രവാചകന്റെ പേരക്കുട്ടി ഒരു കാരക്ക ചവച്ചുകൊണ്ട് വന്നത്. പ്രവാചകൻ ചോദിച്ചു, എവിടെ നിന്നാണ് മോനെ കാരക്ക? കുട്ടി ചൂണ്ടിക്കാട്ടി, മദീന പള്ളിയുടെ മൂലയിൽ ഒരു മല പോലെ കാരക്ക കൊണ്ടുവന്ന് കൂട്ടിയിട്ടിരിക്കുന്നു. സക്കാത്തിന്റെ വിഹിതമാണ്, കർഷകരുടെ സക്കാത്തിന്റെ വിഹിതം എടുത്തുകൊണ്ടുവന്ന് കൂട്ടിയതാണ്. ഒരു മല പോലെ കാരക്കയുണ്ട്. അതിൽ നിന്നാണ് പ്രവാചകന്റെ പേരക്കുട്ടി ഒരു കാരക്ക എടുത്ത് ചവച്ചത്. എന്താ കുറ്റുണ്ടോ? കുഴപ്പമുണ്ടോ? ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോ? ആരെങ്കിലും കുഴപ്പമുണ്ടാക്കുവോ? വിപ്ലവം ഉണ്ടാക്കുവോ? ഇല്ല, ആരും ഒന്നും പറയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടിയോട് പറഞ്ഞു, തുപ്പ് മോനെ, തുപ്പ്. ആ കാരക്ക തുപ്പ്. കാരക്കയുടെ മധുരം കുട്ടിയെ തുപ്പാൻ അനുവദിച്ചില്ല. അവൻ മടിച്ചു, തുപ്പില്ല. പ്രവാചകൻ ഇടതു കൈ കൊണ്ട് കുട്ടിയുടെ താടി പിടിച്ച് വലത്തെ കൈയിന്റെ ചൂണ്ടുവിരൽ കൊണ്ട് പാതി ചവച്ച കാരക്ക തോണ്ടി പുറത്തേക്കിട്ടു. നിരാശയോടെ സങ്കടത്തോടെ കുട്ടി ആ കാരക്കച്ചുളയിലേക്ക് നോക്കി നിന്നപ്പോ ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവന്റെ മൂർത്താവിൽ ഉമ്മ വെച്ച് ലോകത്തിന്റെ ഗുരുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്നേഹനിധിയായ മരുമോൻ തന്റെ പേരക്കുട്ടിയോട് എന്താ പറഞ്ഞാൽ, മോനെ നിനക്കറിയില്ലേ മുഹമ്മദിന്റെ കുടുംബത്തിന് സകാത്തിന്റെ വിഹിതം ഹറാമാണെന്ന്? മോനെ നിനക്കറിയില്ലേ ഇത് സകാത്തിന്റെ കാരക്കയല്ലേ? നമ്മുടെ കുടുംബത്തിന് ഈ കാരക്ക തിന്നാൻ പാടില്ല എന്ന് മോനെ നിനക്കറിയില്ലേ? പിന്നെ എന്തിനാ മോനെ നീ അത് തിന്നത്? സ്നേഹം, അതാണ് സുഹൃത്തെ സ്നേഹം. നമുക്ക് സ്നേഹമൊക്കെ ഒരു ബന്ധനങ്ങളെ മാറി. നമ്മുടെ കുട്ടികൾ വേണ്ടാത്തരം ചെയ്താൽ അരുത് എന്ന് പറയാനുള്ള ത്രാണി നമുക്ക് നഷ്ടമായി. 10,000 25,000 റുപ്യ വിലയുള്ള മൊബൈൽ ഫോണുമായി നമ്മുടെ കുട്ടികൾ വീട്ടിലേക്ക് കയറി വരുമ്പോ എങ്ങനെയാ നിങ്ങള് ഇവിടെ ഇങ്ങനെ കുത്തിയിട്ട് 2 വയറിങ്ങനെ തൊട്ടിൽ വെച്ച് കണ്ടേ അങ്ങനെ അപസ്മാരം ബാധിച്ചോലെ പോലെ വരിക. അപ്പൊ അമ്മയും ബാപ്പയും ഇങ്ങനെ പതുക്കെ ബഹുമാനത്തോടെ മാറിക്ക. കണ്ടോ നമ്മളെ മകൻ കുറെ വലുതേക്കിന് കേട്ടോ, ഓന്റെ മൊബൈലൊക്കെ കണ്ടില്ലേ, ഔ ഭയങ്കരം തന്നെ, ഭയങ്കര വളർച്ച. എവിടുന്നാണ് ഈ ഫോണ് കിട്ടിയത് എന്ന് ചോദിക്കാൻ, എവിടുന്നാ മോനെ ഇതിന്റെ പണം എന്ന് ചോദിക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? കരിഞ്ചന്തക്കാരന് കാവലിരുന്നിട്ടോ, മയക്കുമരുന്നിന്റെ കാരിയറായിട്ടോ, തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചിട്ടോ എന്ത് വൃത്തികേട് ചെയ്തിട്ടാണ് ഈ പണം എന്റെ മകന് കിട്ടിയത് എന്ന് അന്വേഷിക്കാൻ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങൾ ധൈര്യം കാണിച്ചോ? നാളെ പോലീസിന്റെ പിടിയിലകപ്പെട്ട് മർദ്ദനമേറ്റ അവശരായി പത്രത്തിൽ തന്റെ പ്രിയപ്പെട്ട മക്കളുടെ ഫോട്ടോ കാണുമ്പോൾ ബോധം കെട്ട് വീഴാൻ വിധിക്കപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളോടുള്ള സ്നേഹം അവരോട് യഥാർത്ഥമായി കാണിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിരുന്നു എങ്കിൽ
അല്ല, നമ്മുടെ മക്കളോട് സത്യത്തിൽ നമുക്ക് സ്നേഹമുണ്ടോ? നമ്മുടെ മക്കളെ ഇത്ര കേട് വരുത്തിയതാരാ? നിങ്ങൾ നോക്കി, നമ്മുടെ ബാപ്പാന്റെ കയ്യിലെ ഫോണ് ഏതാ നിങ്ങള്? പഴയ 3100 നോക്കിയന്റെ പഴയ ഫോണാണ്. അതാകെ 2 കാര്യങ്ങൾക്ക് ആ ഫോണ് പറ്റുള്ളൂ. ഒന്ന്, ഫോൺ ചെയ്യാൻ പറ്റും. രണ്ടാമത്, നായ്ക്കൾ പിന്നാലെ കൂടിയാൽ എറിയാൻ പറ്റും. വേറെ ഒരു വാട്സാപ്പ് ഒരു വസ്തു വരെ കിട്ടൂല. അതൊന്നും ബാപ്പാക്കൊട്ട് മാണ്ടാനോ. മകന്റെ കയ്യിലെ ഫോൺ ഏതാ നിങ്ങള്? ഒരു നോട്ടുക്കിന്റെ വലിപ്പുണ്ട് ഫോണ്. എത്രാം ക്ലാസ്സിലോ പഠിക്കണേ? 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തിനാ ഫോണ്? ഒരാവശ്യമല്ല. ആരാ ഓനെ വിളിക്കല്? ആരും വിളിക്കലില്ല. ഓനെന്നെ ഒച്ചാക്കാൻ പൂജയാവുമ്പോ ആ റിംഗ് ടോൺ പോയിട്ട് ഇങ്ങനെ നക്കല ഒച്ച കേൾക്കാൻ വേണ്ടി. ആരും ഓനെ വിളിക്കലില്ല. എന്നാലും ഓനൊരു ഫോണുണ്ട്. അതാരാ വാങ്ങിക്കൊടുത്താ നിങ്ങള്? ബാപ്പ വാങ്ങിക്കൊടുത്താ. ബാപ്പാക്ക് അറിയാം ഓൻ ഈ ഫോൺ വേണ്ട. പിന്നെ എന്തിനാ വാപ്പ അത് വാങ്ങിക്കൊടുത്താ നിങ്ങള്? എന്തിനാണെന്ന് നിങ്ങള് ബാപ്പാനോട് ചോദിച്ചു നോക്കി, എന്തിനാ വാപ്പ നിങ്ങളാ ഫോൺ വാങ്ങിക്കൊടുത്ത്? അപ്പൊ ബാപ്പ ഒരു സ്വകാര്യം പറയും. എന്താ അറിയോ? ഫോണ് മാത്രല്ല, ഞാൻ ഓന് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്തിക്കണ്. വീട്ടിൽ TV ഉണ്ട്. TV എന്ന് പറഞ്ഞാല് കേബിൾ കണക്ഷൻ ഉള്ള TV ആണ്. അതിന് എത്രങ്ങാനും പൈസയാണ് ഒരു മാസം ഞാൻ കൊടുക്കണത്. പള്ളി കമ്മിറ്റി യോഗം കൂടിയിട്ട് പറഞ്ഞു, ഉസ്താദിന് ശമ്പളം കൊടുക്കാൻ തികയണില്ല, അതുകൊണ്ട് വരിസംഖ്യ 10 റുപ്യ കൂട്ടിയിരിക്കണം. അന്ന് പള്ളിക്ക് ആകെ ബഹളേനി. 10 റുപ്യ ഒറ്റയടിക്ക് കൂട്ടിയേ. നമ്മളെ വീട്ടിലെന്താ റിസർവ് ബാങ്കിന്റെ ബ്രാഞ്ച് ഉണ്ടോ? എന്തൊക്കെയാണ് കച്ചറ നിറങ്ങൾ? ആകെ പ്രശ്നമായി. 10 റുപ്യ കുറച്ചു, 5 റുപ്യ ആക്കി. എന്നിട്ട് ആ സമാധാനമായത്. എന്നിട്ട് ഇങ്ങനെ വീട്ടിൽ വന്നപ്പോണ്ട് വീടിന്റെ ഗേറ്റിങ് ബൈക്കുമ്പോ 2 ജമ്പനും തുമ്പനും ഇരിക്കണമാർക്ക് എന്റെ കേബിൾ ടിവിന്റെ പൈസ വിൽക്കാൻ വന്ന കാക്കേ. പിന്നെ 2-3 ചാനൽ പുതിയതായി തുടങ്ങിക്കണ്. അതുകൊണ്ട് പൈസ ഇത്തിരി കൂടിക്കണ്. എത്ര കൂടിയത്? 50 റുപ്യ. എന്താ വാപ്പാന്റെ മറുപടി എന്നറിയോ? പൈസ എത്ര കൂടിക്കോട്ടെ. ആരാ നിങ്ങളോട് പൈസ പറഞ്ഞേ? പൈസ കൂടിക്കോട്ടെ, പക്ഷെ സംഗതി ക്ലിയർ ആവണം. കുട്ടികൾ കാണുമ്പോ സംഗതി ക്ലിയർ ആവണം. എന്താ ക്ലിയർ ആവണ്ട? നിങ്ങള് ഒരു നൂലിന്റെ തടസ്സം കൂടി ഉണ്ടാവാൻ പാടില്ല. ഒരു നൂലിന്റെ തടസ്സം ഉണ്ടാവാൻ പാടില്ല. ക്ലിയർ ആവണം. പൈസ ഞാൻ എത്രയും തരാം. എന്നിട്ട് പെണ്ണുങ്ങളും കുട്ടികളും കൂടി ഇരുന്നുകാണ്ട് ഉടുപ്പില്ലാത്തത് കാണുമ്പോഴേ 5 വക്ത് നിസ്കരിക്കണ ഇവിടെ നിസ്കാരത്താമ്പൊക്കെയുള്ള വാപ്പുണ്ടാവും. മൂപ്പരിങ്ങനെ വീടിന്റെ ചേറ്റടിമ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇങ്ങനെ പറയും, എന്താണ് ആ കുട്ടികൾ ആ ടിവിന്റെ മുമ്പ് നിങ്ങോട്ട് നീച്ചു പോരൂല. ഓളമ്മി അങ്ങനെ തന്നെ, ഓലും അങ്ങനെ തന്നെ. ഞാൻ അത് കാണില്ല കേട്ടോ, വൃത്തിയേട്. ഞാൻ അയക്ക് നോക്കലെന്നല്ല. ആ ബാപ്പാനെ വെടിയച്ഛൻ കൊല്ലണം. സ്വന്തം കുടുംബത്തിന് വീടിന്റെ ഉള്ളിൽ വിഷം വാങ്ങിക്കൊടുത്ത് മൂപ്പര് ഇവിടെ വീടിന്റെ പുറത്ത് സംസം വെള്ളം കുടിച്ച് കുത്തിരിക്കുക. എങ്ങനെ മൂപ്പരൊക്കെ വിശ്വസിച്ച് കണ്ട് കുടുംബത്തിൽ കയറ്റുക? സ്വന്തം മക്കളും ഭാര്യയും തോന്നിവാസികളാവാൻ. നമ്മളൊക്കെ പെണ്ണ് KV അബ്ദുൽ ലത്തീഫ് മൗലവി പറഞ്ഞേ, ഇപ്പൊ വീട്ടിലൊക്കെ ആഴ്ചയുടെ ദിവസം 7 ചുരുങ്ങി 5 അയക്കണ്. തിങ്കൾ മുതൽ വെള്ളി വരെ. ശനി ഞായറും പാര അക്കൗണ്ടിലില്ല. എല്ലാവരും ആഴ്ചയിലും 5 ദിവസമുള്ളൂ. അതിന്റെ മുമ്പിൽ ഇങ്ങോട്ട് ഇരിക്കുക. അത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാസാമാസം 200-ഉം 250-ഉം നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ പരലോകത്ത് 3 വിഭാഗം ആളുകളെ അള്ളാഹു നോക്കുന്നല്ല, അവരെ കാണാൻ അള്ളാഹ്ക്ക് വെറുപ്പാണ്, അറപ്പാണ്. ആ 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരാണെന്നറിയുമോ? സ്വന്തം കുടുംബത്തിലുള്ളവർ, സ്വന്തം വീട്ടിലുള്ളവർ വൃത്തികെട്ടവരായി മാറാൻ, തോന്നിവാസികളായി മാറാൻ, അവർ മോശക്കാരായി തീരാൻ അധ്വാനിച്ച ഒരു കുടുംബനാഥൻ. ആ കുടുംബനാഥനെ അള്ളാഹു കാരുണ്യത്തോടെ നോക്കുകയില്ല. അള്ളാഹുവിന്റെ നോട്ടം പോലും അവന് കിട്ടുകയില്ല. അള്ളാഹുവിന്റെ മലക്കുകൾ ആ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുമത്രേ. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനത്തെ മനുഷ്യന്മാരുടെ നാട്ടിലുണ്ടാവുമോ? സ്വന്തം കുടുംബത്തിലുള്ള ആൾക്കാർ മോശപ്പെട്ടവരാവാൻ? പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മുടെ വീട്ടില് 15, 16, 17 പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ നിങ്ങൾ സ്വകാര്യമായി ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുപോവുക. ആ മക്കളോട് നിങ്ങൾ ചോദിക്കണം, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഉടുതുണിയില്ലാത്ത മനുഷ്യന്മാരുടെ, ആണിന്റെ പെണ്ണിന്റെ ശരീരം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യന്റെ നഗ്നതകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മനുഷ്യന്മാർ പാമ്പുകളെ പോലെ ഇണചേരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവര് പറയും കണ്ടിട്ടുണ്ട്. മക്കളെ, അത് കണ്ടപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സിൽ വേണ്ടാത്ത തോന്നലുകൾ ഉണ്ടായിട്ടുണ്ടോ? അതിനുള്ള അവസരം കിട്ടുവാൻ വേണ്ടി മക്കളെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ടോ?
സത്യം പറയുന്ന മക്കളാണെങ്കിൽ സത്യം പറയും. ബാപ്പ ഉമ്മ ഞങ്ങളൊക്കെ മനുഷ്യരല്ലേ, ഞങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചു പോകാതിരിക്കുമോ? എങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ ദേഷ്യപ്പെട്ടേക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ആരാണ് നിങ്ങൾക്ക് ഈ തോന്നിയാസം കാണിച്ചു തന്നത്? നിങ്ങൾ ഏതെങ്കിലും കിടപ്പറയിലേക്ക് എത്തി നോക്കിയോ? ഏതെങ്കിലും കുളിപ്പുരയിൽ നിങ്ങൾ ഒളിഞ്ഞിരുന്നോ? ഏതെങ്കിലും വീടിന്റെ ബെഡ്റൂമിലേക്ക് നിങ്ങൾ എത്തി നോക്കിയോ? ആരാണ് നിങ്ങൾക്ക് ഈ വൃത്തികേടുകൾ കാണിച്ചു തന്നത്? ആരാണ് നിങ്ങളെ ഈ വൃത്തികേടുകൾ പഠിപ്പിച്ചത്? ആ മക്കൾ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. ആ മക്കൾ നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കും നമ്മുടെ വീടിന്റെ സ്വീകരണ മുറിയിലേക്ക്. ആ സ്വീകരണ മുറിയിലെ ചുമരിൽ നമ്മൾ വാങ്ങിവെച്ച 49 ഇഞ്ച് ഫ്ലാറ്റ് ടെലിവിഷന്റെ സ്ക്രീനിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പറയും, എന്റെ പ്രിയപ്പെട്ട ബാപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അവിടെ നിന്നാണ് നിങ്ങൾ ഈ ചോദിച്ചതൊക്കെ ഞങ്ങൾ കണ്ടത്, അവിടെയാണ് ഞങ്ങൾ അത് രസിച്ചത്, അത് കണ്ടപ്പോഴാണ് അതുപോലെ ചെയ്യണമെന്ന് ഞങ്ങളുടെ മനസ്സിൽ തോന്നലുകൾ ഉണ്ടായത്, അത് കിട്ടുന്ന വഴിക്ക് ഞങ്ങൾ സഞ്ചരിച്ചത്, അവിടെ നിന്നാണ് ബാപ്പ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ, അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പയാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്, ഞങ്ങളെ ഈ പരുവത്തിലാക്കിയത് ഞങ്ങളുടെ മാതാപിതാക്കളാണ് എന്ന് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പറഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് നമുക്ക് ഉത്തരമുള്ളത്? നാളെ റബ്ബിന്റെ അടുത്ത് നരകത്തിലേക്കും സ്വർഗത്തിലേക്കും മനുഷ്യരെ വേർതിരിക്കപ്പെട്ടു കഴിഞ്ഞാൽ, നരകത്തിലേക്ക് വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ അള്ളാഹുവിന്റെ മുമ്പിലെത്തുമത്രേ. ഒരു കൂട്ടം ആൾക്കാർ അള്ളാന്റെ മുമ്പിൽ വരും. എന്നിട്ട് അവർ പറയുന്നുണ്ട്, റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ്. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങൾക്ക് രണ്ടാളുകളെ നീ കാണിച്ചു തരണം. ആരാണ് ആ രണ്ടാളുകള്? ഞങ്ങളെ വാപ്പിയമ്മയാണ്. ഞങ്ങളെ വാപ്പാനി ഉമ്മാനി ഒന്ന് കാണിച്ചു തരണം റബ്ബേ. എന്തിനാണ്? നരകത്തിലേക്ക് പോകുമ്പോൾ യാത്ര ചോദിച്ചു പോകാനല്ല, അവരെ ഞങ്ങളുടെ കാൽ കീഴിലിട്ട് 2 ചവിട്ട് ചവിട്ടട്ട റബ്ബേ. എന്തിനാണെന്നറിയുമോ? ഇന്ന് ഞങ്ങൾ ഈ നരകത്തിന്റെ വിറകാവാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത്, ഞങ്ങൾ ഇന്ന് ഈ നരകത്തിൽ എത്തിപ്പെടാൻ ഏറ്റവും കൂടുതൽ അധ്വാനിച്ചത് ഞങ്ങളുടെ മാതാപിതാക്കളാണ് റബ്ബേ. ഞങ്ങളുടെ കൂടെയുള്ള കുട്ടികൾ ദീന് പഠിക്കുവാൻ വേണ്ടി രാവിലെ മദ്രസയിലേക്ക് പോയപ്പോൾ ആ ദീന് പഠിപ്പിക്കാതെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ പോരിശയാൽ ഏറ്റിയാൽ പൊന്താത്ത പുസ്തക സഞ്ചിയുമായി ഞങ്ങളെ മദ്രസകൾ നിഷേധിച്ച് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പറഞ്ഞയച്ച് മതത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റി ഞങ്ങളുടെ മാതാപിതാക്കൾ. ഞങ്ങളെ അവർ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി മദ്രാസിൽ, കോയമ്പത്തൂർ, മാംഗ്ലൂരിൽ, ബാംഗ്ലൂരിൽ, ബോംബെയിൽ കൊണ്ടുപോയി ചേർത്തപ്പോൾ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ അവിടെ പള്ളിയുണ്ടോ എന്ന് ഞങ്ങളുടെ മാതാപിതാക്കൾ അന്വേഷിച്ചിട്ടില്ല റബ്ബേ. ഞങ്ങൾ നിസ്കരിക്കുമോ എന്ന് അവർ നോക്കിയിട്ടില്ല റബ്ബേ. ഞങ്ങളുടെ കൂടെയുള്ളവർ കള്ളു കുടിക്കുന്നവരാണ് എന്നത് അവരെ അലോസരപ്പെടുത്തിയിട്ടില്ല റബ്ബേ. ഞങ്ങളുടെ സാഹചര്യങ്ങൾ ഇസ്ലാമിന് എതിരാണ് എന്നത് അവരെ ദുഃഖിപ്പിച്ചിട്ടില്ല റബ്ബേ. ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നു പോകുന്നത് കണ്ടിട്ടും ഒരിക്കൽ പോലും അരുതെന്നു പറയാൻ, ഞങ്ങളെ വിലക്കാൻ, ഞങ്ങളെ ഇസ്ലാമിലേക്ക് വിളിക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കൾ തയ്യാറായിട്ടില്ല റബ്ബേ. അവരാണ് റബ്ബേ ഞങ്ങൾ ഈ നരകത്തിലേക്ക് പോയതിന്റെ ഉത്തരവാദികൾ, അവരാണ് റബ്ബേ എന്ന് ആ ഒരു കൂട്ടം ആളുകൾ നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ എന്റെ കുട്ടി ഉണ്ടാവുകയില്ല എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര രക്ഷിതാക്കൾ എന്റെ മുമ്പിലുണ്ട്? പറ. മാതാപിതാക്കള്, ഉമ്മമാര് പർദ്ദയിട്ട് മഫ്തയിട്ട് എത്ര ഭംഗിയായിട്ടാണ് അവരുടെ നടത്തം. അവരുടെ കൂടെ നടക്കുന്ന കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരോപ്പ തമാശക്കൊരു കാര്യം പറഞ്ഞേ, കൊതുക് ഭയങ്കര ശല്യാവുന്നുണ്ട്, കൊതുക് തിരി കത്തിച്ചു വെച്ചാ ഭയങ്കര കേടുവാണ്, അപ്പൊ എന്താ ചെയ്യാ? കൊതുകുവല കെട്ടിക്കൂടെ? അപ്പൊ പറഞ്ഞു, കൊതുകുവല കിട്ടല്ല, കൊതുകുവല കിട്ടല്ല. അതെന്തേ? കൊതുകുവല ഉണ്ടാക്കുന്ന കമ്പനിയൊക്കെ പൂട്ടിപ്പോയോ? പൂട്ടിപ്പോയിട്ടല്ലത്രേ. ഇപ്പോഴുണ്ടാക്കുന്ന കൊതുകുവലയൊക്കെ നമ്മുടെ പെൺകുട്ടികൾക്ക് കുപ്പായമടിക്കാൻ കൊണ്ടുപോവുകയാണ്. നമ്മുടെ കുട്ടികളുടെ കുപ്പായമടിക്കുന്നത് കൊതുകുവല കൊണ്ടാണ്.
നമ്മുടെ ഉമ്മമാർ വിശുദ്ധമായ റമളാനിന്റെ അവസാനത്തെ 10കളിൽ പള്ളിയും ഇഅ്തികാഫും തറാവീഹ് പോലും ഉപേക്ഷിച്ച് പട്ടണത്തിലെ നഗരങ്ങളിലെ തിരക്ക് കൂടിയ തുണിഷാപ്പുകളിൽ ടെക്സ്റ്റൈൽസുകളിൽ അവർ രാപ്പകൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് നിസ്കാരക്കുപ്പായമല്ല, നമ്മുടെ കുട്ടികളുടെ മേനി മറക്കുന്ന വസ്ത്രങ്ങളല്ല, അവരുടെ ശരീരത്തിന് മറ്റുള്ളവർക്ക് കാണാൻ, മറ്റുള്ളവർക്ക് ആസ്വദിക്കാൻ പറ്റിയ വസ്ത്രങ്ങൾ കിട്ടണം. കൊതുകു വല കൊണ്ടുള്ളതെങ്കിൽ അത്, മീൻ പിടിക്കുന്ന വല കൊണ്ട് കുപ്പായമടിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കുടുംബത്തിന് വാങ്ങിക്കൊടുക്കും നമ്മൾ, അല്ലേ? അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സഹോദര സഹോദരി, സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടോളി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പെണ്ണ് അന്യപുരുഷന്റെ ശ്രദ്ധയെ ആകർഷിക്കുന്ന വിധം, അയാളുടെ വികാരത്തെ വിളിച്ചുണർത്തുന്ന വിധം, അയാളുടെ കണ്ണുകൾക്ക് വിരുന്നൊരുക്കുന്ന വിധം വസ്ത്രം ധരിച്ച് സുഗന്ധം പൂശി ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ അവൾ നാളെ പരലോകത്ത് വ്യഭിചാരിണിയെ പോലെയാണ്, വ്യഭിചാരിണിയുടെ സ്ഥാനത്താണ് എന്ന് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. സുഹൃത്തെ, ഒരന്യ പെണ്ണിനെ അനാവശ്യമായിട്ട് നോക്കുന്നത് കണ്ണിന്റെ വ്യഭിചാരാണ്. അത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് നാവിന്റെ വ്യഭിചാരത്രേ. അത്തരം സംസാരങ്ങൾ കേൾക്കുന്നത് കാതിന്റെ വ്യഭിചാരാണെന്നാണ്. സാന്ദർഭികമായിട്ട് പറയട്ടെ, ഒരു മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിലേ വൈകുന്നേരം ആകുമ്പോഴത്തിന് കുറേ നടക്കും വ്യഭിചാരങ്ങൾ ഇക്കോലത്തിലല്ലേ. അതല്ല രസം. നമ്മുടെ പെണ്ണുങ്ങളെ, നമ്മുടെ മക്കളെ മറ്റുള്ളവർ നോക്കി വ്യഭിചരിക്കാൻ വേണ്ടി കോലം കെട്ടിച്ച് അങ്ങാടിക്ക് ഇറക്കണ ആണുങ്ങളെ എന്താ സുഹൃത്തെ പറയാ? മലയാളത്തിലൊരു പേരുണ്ട്, അത് ഈ മൈക്കിൽ പറയാൻ പറ്റൂല. ഈ സദസ്സിനോടുള്ള ആദരവ്, കൂട്ടിക്കൊടുപ്പുകാരന് വേറൊരു പേരുണ്ട്. എൻ്റെ പെണ്ണുങ്ങളെ മറ്റുള്ളവർ നോക്കിയാണ്ട് വ്യഭിചരിച്ചോട്ടെ എന്ന് കരുതിയാണ്ട് ഞാൻ ഓളെ ശരീരമൊക്കെ കാണിച്ച് ബസ് സ്റ്റോപ്പിൽ ഇറക്കി നിർത്തിയാലേ എന്തിനാ എന്നെ പറ്റുക? എന്നെ പിന്നെ ആണ് എന്ന് വിളിക്കാൻ പറ്റുമോ? എന്റെ മകളുടെ മുഖത്ത് നോക്കി വേണ്ടാത്ത ഒരു വാക്ക് ഒരുത്തൻ പറയുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ എൻ്റെ മകളെ ശരീരത്തേക്ക് നോക്കി ഒരുത്തന് മനസ്സുകൊണ്ട് വ്യഭിചരിക്കാമെങ്കിൽ അതിന് ഒരുക്കി ഞാൻ എൻ്റെ മകളെ ഇറക്കി വിടുന്നുവെങ്കിൽ ഞാൻ ആരാണ് സുഹൃത്തെ? ഞാൻ ആരാണ്? എത്ര വൃത്തികെട്ടോരാ ഞാൻ! എന്താ നമ്മൾ ചിന്തിക്കാത്തേ? എന്താ നമ്മൾ ആലോചിക്കാത്തേ? ഇസ്ലാം മതം എന്ന് പറഞ്ഞാൽ അത് പള്ളിന്റെ ഒന്നാമത്തെ സഫിന് മാത്രമേ ഉള്ളൂ. അത് ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും അത് ബാധിക്കേണ്ട സുഹൃത്തെ, അല്ലേ? കുടുംബത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിന്റെ സ്നേഹം എന്ന് പറഞ്ഞ സഹോദരൻ എന്താണ്? എന്താ സ്നേഹം! അള്ളാഹുവിന്റെ റസൂല് കുടുംബത്തെ അങ്ങോട്ട് സ്നേഹിച്ചിട്ടേ. നിങ്ങൾക്കറിയോ, ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ ഭാര്യയാണ്. ആയിഷ ബീവി റസൂലുള്ള മരിക്കുമ്പോ ആയിഷ ബീവിന്റെ പ്രായം 18 വയസ്സാണ്. 18 വയസ്സ്. റസൂലുള്ളാന്റെ വയസ്സ് എത്രയാണ്? 63 വയസ്സാണ്. 63 വയസ്സുള്ള റസൂലുള്ള മരിക്കുമ്പോ 18 വയസ്സുള്ള ആയിഷ കരയാണ്. എന്താ പറഞ്ഞ നിങ്ങള്? ഞാനും എന്റെ പ്രവാചകനും തമ്മിലുള്ള അവിസ്മരണീയമായ മുഹൂർത്തങ്ങളെ ഓർമ്മിച്ചു പോവുകയാണ്. എന്താ ഓർത്തത്? എന്റെ ഉമിനീരും എന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഉമിനീരും അവസാനമായി കൂടിച്ചേർന്ന ആ രംഗം ഞാൻ മറക്കൂലാന്ന്. 64 വയസ്സായ ഈ പ്രവാചകന്റെ വയസ്സായ മനുഷ്യന്റെ ഉമിനീരും 18 വയസ്സുള്ള യുവത്വത്തിന്റെ തിളപ്പിൽ നിൽക്കുന്ന ആയിഷാ ബീവിന്റെ ഉമിനീരും കൂടിച്ചേർന്നത് ആയിഷാ ബീവി ഇപ്പോഴും സ്വപ്നം കാണുക. എന്താ സംഭവം എന്ന് പറയുന്നത്? റസൂലുള്ള രോഗിയായിട്ട് തളർന്ന് കിടക്കുമ്പോഴേ ആളുകൾ ഇങ്ങനെ ഒരാൾ കാണാൻ വന്നപ്പോ അയാളെ കീശിയിൽ ഈ പല്ല് തേക്കുന്ന ഒരു അറാക്കിന്റെ കഷ്ടം ഉണ്ടായിരുന്നു. അറബിയുടെ പല്ല് തേക്കുന്ന സാധനം. അത് കണ്ടപ്പോൾ നബി അയിമക്ക് ഇങ്ങനെ നോക്കിന്നാ. അപ്പൊ അയാൾക്ക് തോന്നി നബിക്ക് അത് ആവശ്യമുണ്ട്. അയാളത് എടുത്തുകാണ്ട് നബിന്റെ കൈ കൊടുത്തു. അതുകൊണ്ട് പല്ലേക്കണമെങ്കിലേ അതിന്റെ ഒരു ഭാഗം നന്നായി സോഫ്റ്റ് ആക്കണം, അല്ലാതെ പല്ലേക്കാൻ വയ്ക്കൂല. അപ്പൊ എങ്ങനെ സോഫ്റ്റ് ആക്കുക? നബി അതിന്റെ തലമൊക്കെ നോക്കും, ആയിഷാ ബീവിന്റെ മുഖത്തേക്ക് നോക്കും. അപ്പൊ ആയിഷാ ബീവിക്ക് മനസ്സിലായി സംഗതി എന്താണ്. ആയിഷാ ബീവി അത് വാങ്ങിയിട്ട് നന്നായിട്ട് കടിച്ച് ചവച്ച് സോഫ്റ്റാക്കി. എന്നിട്ട് അത് കഴുകാൻ വേണ്ടി കൊണ്ടുപോയപ്പോത്തിന് നബി അത് ഇങ്ങോട്ട് വാങ്ങി. അത് കഴുകാതെ അതുകൊണ്ട് നബി ഇങ്ങനെ പല്ലേച്ച്.
ആയിഷ ബീവിന്റെ മനസ്സിൽ അതിങ്ങനെ കൊത്തിവെച്ച് എൻ്റെ ഉമിനീരും എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഉമിനീരും ഒത്തുതീർന്ന ആ ധന്യമായ മുഹൂർത്തം ഞാൻ മറക്കൂല. 18 വയസ്സുള്ള പെണ്ണും 64 വയസ്സുള്ള ആണും പ്രണയിച്ച പ്രണയത്തിന്റെ വലിപ്പാണ് പറഞ്ഞേ. മതമാണവരുടെ പ്രചോദനം. ആ മതത്തിനെ വീട്ടിൽ കുടിയിരുത്തി അള്ളാഹുവിന്റെ സ്വർഗത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ ഒന്നായിട്ട് ബാപ്പ സുബൈക്ക് ബാപ്പണ്ട് ഇങ്ങനെ എണീറ്റ് കണ്ട് പള്ളിക്ക് പോട് 5 മണിക്ക് തണുപ്പത്ത് ടോർച്ചൊക്കെ അടിച്ചിങ്ങനെ ഒരു പുതപ്പോണ്ടൊക്കെ പുറച്ച് വയസ്സായിക്കണേ മൂപ്പരിങ്ങനെ പള്ളിക്ക് പോണ്ട്. അല്ല കാക്ക നിങ്ങൾ എങ്ങട്ടാ പോണേ? മോനെ ഞാൻ പള്ളിയിൽ പോവാണ്. ഈ തണുപ്പത്തോ? ആ തണുപ്പാന്ന് വിചാരിച്ച് ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കാതെ വെക്കാൻ പറ്റുമോ? പടച്ചോൻ ശിക്ഷിക്കൂലേ? ശിക്ഷിക്കും. അല്ല നിങ്ങളെ വീട്ടിൽ ആരുമില്ലേ? എന്തേ? അല്ല അവിടെ ആരും എണീറ്റിട്ടില്ലല്ലോ, അവിടെ വെളിച്ചൊന്നും കാണാനല്ലോ. എല്ലാവരും ഉണ്ട്, തണുപ്പല്ലേ, ഒരു നല്ല ഉറക്കാണ്, ഉറങ്ങിക്കോട്ടെ, ഞാൻ ഓലെ വിളിച്ചില്ല. ഓ എന്തൊരു നല്ല വാപ്പല്ലേ. ഞാൻ ഉദാഹരണം വേറൊന്നും മാറ്റി പറയട്ടെ, അപ്പൊ എനിക്ക് ഈ വാപ്പാന്റെ സ്നേഹം മനസ്സിലാവും. എൻ്റെ വീട്ടിലെ രാത്രി 1 മണിയായപ്പോൾ ഞാൻ അങ്ങോട്ട് നെട്ടി ഉണർന്നു. 1 മണിക്ക് എന്താ അറിയോ? ശ്വാസം കിട്ടണില്ല. നോക്കുമ്പോണ്ട് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ നിറയെ പോകാം. എവിടുന്നാ പടച്ചോനെ ഈ പോകാൻ നോക്കിയപ്പോൾ എൻ്റെ ഓടിട്ട വീടിൻ്റെ അടുക്കള ഭാഗത്ത് തീ പിടിച്ചിട്ടുണ്ട്. ആകെ തീ പൊന്തി വരുന്നുണ്ട്. പടച്ചോനെ എങ്ങനെ രക്ഷപ്പെടുക? അപ്പോൾ എൻ്റെ ബെഡ്റൂമിൻ്റെ അവിടെ ഒരു ജനല്, അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്കാൻ ചാടാ, എളുപ്പമാണ്. ഓ സമാധാനമായി. ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഭാര്യ നല്ല ഉറക്ക, ഒന്നും അറിഞ്ഞിട്ടില്ല. എൻ്റെ കുട്ടികൾ അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നുണ്ട്, ഓരായാലും നല്ല ഉറക്ക. ഈ തീ കത്തിയതോ ഈ പുക കത്തിയതോ ഒന്നും ഓരറിഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ തോന്നി, ഇനി പോലെ വിളിച്ചോണ്ടിങ്ങാണ്ട് ബേജാറാക്കിങ്ങാണ്ട് ഐറ്റങ്ങൾ ഇടങ്ങാറാക്കണ്ട, അവിടെ കടന്നോട്ടെ. ഞാൻ മെല്ലെ ജനലാണ് ചാടി പുറത്തേക്കാണ് ചാടി. ഒരു 2 മിനിറ്റ് കൊണ്ട് എൻ്റെ വീട് കത്തിയാൻ കഴിഞ്ഞ്. ഓടൊക്കെ പൊട്ടിത്തെറിച്ച് ഉത്തരം കഴുക്കൂലൊക്കെ കത്തി ആകെ തീഗോളമായി എൻ്റെ വീട്. അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ എൻ്റെ ഭാര്യൻ്റെയും മക്കളെയും കരച്ചിൽ ഞാൻ കേട്ട്. ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. വീട് കത്തി തീർന്ന് വെണ്ണീരായി മാറി. ഞാനിങ്ങനെ മുറ്റത്ത് നിന്ന് കരയാ. അയലോക്കക്കാരൊക്കെ ഓടി വന്ന് എന്തേ പറ്റിയത്? മക്കൾ എൻ്റെ വീട് കത്തി. നിങ്ങളെങ്ങനെ രക്ഷപ്പെട്ട്? ഞാനിതാ ഈ ജനല് തുറന്നുകാണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ നിങ്ങളെ ഭാര്യ മക്കളും എവിടെ? ഓരോ ഉള്ളിൽപ്പെട്ട് കുടുങ്ങി. അപ്പൊ എന്താ നിങ്ങൾ ഓലെ രക്ഷപ്പെടുത്താഞ്ഞേ? അത് ഞാൻ രക്ഷപ്പെട്ടപ്പോൾ ഓല് നല്ല ഉറക്കേനി, എനിക്ക് ഓലെ വിളിക്കാൻ തോന്നിയില്ല. നിങ്ങൾ എന്താ ചെയ്യാറ്? നിങ്ങൾ ഇങ്ങനെ തരും. എന്താ തരീനറിയോ? മുഴുവൻ കത്താത്ത ഒരു പട്ടികന്റെ കഷ്ണം ഉണ്ടെങ്കിലേ അതുകൊണ്ട് ഇന്നെ തച്ചങ്ങോട്ട് കൊല്ലാൻ. ഇന്ന പിന്നെ ഈ ലോകത്തിന്റെ മേലെ വെച്ചേക്കാൻ പറ്റൂല. സ്വന്തം മക്കളെയും ഭാര്യനെയും തീയിലേക്ക് എറിഞ്ഞു കൊടുത്ത് രക്ഷപ്പെട്ട എന്നെ ഈ ലോകത്ത് വെച്ചേക്കാൻ പറ്റൂല. നിങ്ങൾ കൊല്ലുന്നെ. പ്രിയപ്പെട്ട സഹോദര, ഈ ദുന്യാവിലെ ഏറ്റവും ശക്തമായ തീയിനേക്കാൾ 70 ഇരട്ടിയിലേറെ ചൂടുണ്ടെന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നരകത്തിന്റെ തീജ്വാലയിലേക്ക് നമ്മുടെ മക്കളെ, കുടുംബത്തെ ഉറക്കിക്കിടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന നമുക്ക് നമ്മുടെ കുടുംബത്തോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? നമ്മളൊക്കെ അമ്മമാര് സുബൈക്ക് നിസ്കരിക്കാറുണ്ട്. വീട്ടിലെ ഭാര്യമാര് എങ്ങനെ നിസ്കരിക്കാറ്? നിങ്ങൾ രാത്രി സുബൈക്ക് എണീക്കും, എന്നിട്ട് ലേറ്റ് ഇടൂല. ലേറ്റ് ഇട്ടാ കുട്ടികളൊക്കെ എണീറ്റ് നിസ്കരിച്ചാലോ? ലേറ്റ് ഇടൂല. ലേറ്റ് ഇടാതെ പതുക്കെ ഇരുട്ടത്ത് പോയിട്ട് ബാത്റൂമിൽ നിന്ന് ഒന്നുണ്ടാക്കും. എന്നിട്ടൊരു മുസല്ല പതുക്കെ മൂലക്കെ വിരിച്ചിട്ട് ഇരുട്ടത്ത് അല്ലാഹു അക്ബർ. എന്തേരങ്ങള് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അപ്പുറത്ത് കിടക്കുന്ന കുട്ടി എണീറ്റാലോ നിസ്കരിച്ചാലോ ദുന്യാവിലോ ഈ മക്കളെ കൊണ്ട് ഞാൻ കുടുങ്ങി പടച്ചോനെ, നാളെ പരലോകത്ത് സ്വർഗത്തിലും കൂടി ഇവരിൻ്റെ ഒപ്പം വന്നാൽ എൻ്റെ എല്ലാ സുഖവും പോവും. അതുകൊണ്ട് ഒറ്റയൊന്ന് സ്വർഗത്തിന്റെ അയലോക്കത്ത് വരാൻ പാടില്ല. ഉറങ്ങിക്കോളി. എന്തൊരു സ്നേഹമുള്ള അമ്മ അല്ലേ? എവിടെ അമ്മാരെ ബാപ്പാരങ്ങളൊക്കെ? മക്കളെ നിങ്ങളൊന്ന് ചോദിക്കേണ്ടി ഇമ്മാരോടും ബാപ്പാരോടും. അല്ല അമ്മ ബാപ്പ, സത്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സ്നേഹമുണ്ടോ? സ്നേഹം ഉണ്ടെങ്കിൽ ഈ കോലത്തിൽ നിങ്ങൾ ഞങ്ങളെ വളർത്തുമെന്ന് എന്തേ ഒന്ന് ചോദിച്ചാൽ പറ്റുക? എല്ലാ വേണ്ടാത്തരങ്ങളിലും നമ്മുടെ കുട്ടികളാ. മയക്കുമരുന്നും കഞ്ചാവും എന്താന്ന് പറയുന്നത്. മയക്കുമരുന്നൊക്കെ പിടിച്ച ആൾക്കാരെ പേരും ഫോട്ടോ ഒക്കെ വന്നപ്പോൾ അതിങ്ങനെ പേപ്പറിൽ വായിച്ചപ്പോഴേ വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരെ പേരുള്ള ആയത്ത് ചോദ്യമായിരിക്കും. യൂസുഫ്, ഇബ്രാഹിം, യൂനുസ്, സുലൈമാൻ, ഒറ്റ ഒന്ന് പുറത്തില്ല. എന്താ കഥലെ? ഈ സമുദായത്തിന് സംവരണം ആവശ്യമില്ലാത്ത ഒരൊറ്റ മേഖല, കുറ്റകൃത്യങ്ങളുടെ മേഖല ഒക്കെ നമ്മുടെ മക്കളെ പ്രസംഗിക്കാൻ വരുമ്പോഴേ, ഏത് സ്ഥലത്ത് പ്രസംഗിക്കാൻ പോകുമ്പോഴും 2 ആൾക്കാർ സ്വകാര്യം പറയും, ഉസ്താദേ ഇവിടുത്തെ ചെറുപ്പക്കാരെ കുറിച്ചൊന്ന് പറയണം കേട്ടോ, മഹാമോശാട്ടോ. എല്ലായിടത്തുനിന്നും പറയും. ഈ ചെറുപ്പക്കാരെ ശൂന്യാകാശത്തു നിന്ന് ഇറങ്ങി വന്നല്ല, ഒരു കാട്ടിന്ന് ഇറങ്ങി വന്നല്ല, നമ്മളെ മടി കടന്ന് നമ്മുടെ മടിത്തട്ടിന്റെ മാറിടത്തിന്റെ ചൂടേറ്റ് നമ്മുടെ വിരലിൽ തൂങ്ങി വളർന്ന മക്കളത്.
ആ മക്കളോട് വേണ്ടാത്തത് ചെയ്തപ്പോ ചെയ്യരുത് എന്ന് പറയാൻ, വേണ്ടത് ചെയ്യിപ്പിക്കാൻ നമുക്ക് തോന്നിയോ? അന്ന് നമ്മളിങ്ങനെ ഇപ്പത്തെ കാലം ഏതാ നിങ്ങള്? ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാല് കുട്ടികളോട് ഒന്നും പറയാൻ പാടില്ല. ഇതിൽ കൂട്ടത്തിൽ മാഷന്മാരുണ്ടെങ്കിൽ ചോദിച്ചു നോക്കണ്ടി. ഇപ്പം നമ്മളെ ഉസ്താദൊക്കെ അധ്യാപകനാണ്. മാഷന്മാരുണ്ടെങ്കിൽ ചോദിച്ചു നോക്കണ്ടി സ്കൂളിൽ എങ്ങനെയാണ് പഠിപ്പിക്കല്. പണ്ടൊക്കെ നമ്മൾ പഠിച്ചിരുന്ന കാലത്ത് മാഷ് ഇങ്ങനെ പഠിപ്പിക്കും. മാസ്റ്റർ കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് കേക്കലേന്. ഇപ്പോൾ കസാലി മേശയൊന്നുമില്ല. ഇപ്പൊ കുട്ടികൾ ഇങ്ങനെ നടക്കുക, മാസ്റ്റർ ബാക്കിൽ ഇങ്ങനെ പോവുക. അതന്നെ, പഠിപ്പിച്ചാൻ പാടില്ല. പഠിപ്പിച്ചാൽ കണ്ടങ്ങൾ അവിടെ പെട്ടി കണ്ടങ്ങൾ ആ കുട്ടി അതിൽ എഴുതിയിടും, എന്റെ മാസ്റ്റർ ഇങ്ങനെ പീഡിപ്പിച്ചു. ചിലപ്പോൾ പേടിപ്പിച്ചു തേക്കാരെ എഴുതിയേക്കുക. എന്നാലും പോലീസ് സ്റ്റേഷനിൽ പീഡിപ്പിച്ചു എന്നാ വായിച്ച. ആ മാസ്റ്റർ പിന്നെ പുറത്തിറങ്ങൂല, മാനം കെട്ട്. അതുകൊണ്ട് ഒരു മാസ്റ്റർ ഇപ്പൊ പിന്നാലെ പോകലില്ല. പഠിപ്പിച്ചാ കുടുങ്ങി. ഒരു കുട്ടി ഇങ്ങനെ തെങ്ങുമൊക്കെ നോക്കിയാണ്ട് എത്രങ്ങാനും മാങ്ങ എന്ന് പറഞ്ഞാല് എടാ പോത്തെ അത് മാങ്ങല്ല തേങ്ങയാണെന്ന് പറയാൻ പാടില്ല എന്നാ. അത് പറഞ്ഞാൽ ഓൻ്റെ മനസ്സ് വേദനിക്കും അത്രേ. അതുകൊണ്ട് മാങ്ങ തന്നെ കുറെ കാലം കഴിയുമ്പോൾ ഓന് മനസ്സിലായിക്കോളൂ തേങ്ങയാണ്, അല്ലാതെ തിരുത്താൻ പാടില്ല എന്നാ. അത് തിരുത്തിയാൽ മാസ്റ്റർ പീഡന കേസിൽ ജയിലിലാവും. ഒരു തമാശ പറയലുണ്ടേ, ഒരു സോഷ്യൽ സയൻസിന്റെ പേപ്പർ നോക്കുക, പുതിയ മാസ്റ്റർ, പുതിയ DPPന്റെ മാഷ് സോഷ്യൽ സയൻസിന്റെ പേപ്പർ നോക്കുക. അപ്പൊ അയാൾ എടുത്ത് പഴയ ഒരു മാഷിന്റെ ഇരിക്കുന്നത്. പഴയ മാഷ് പറഞ്ഞാൽ DPPക്ക് മുമ്പുള്ള മാഷ, പെൻഷൻ പറ്റിയ മാഷ. മൂപ്പര് വെറുതെ പേപ്പർ നോക്കി ഇങ്ങനെ ഇരിക്കുക. അപ്പൊ ഒരു ചോദ്യം ഉണ്ട്, ഇന്ത്യയുടെ തലസ്ഥാനം എഴുതുക. അപ്പൊ ഈ കുട്ടി എഴുതിയിരിക്കണേ ഇസ്ലാമാബാദ് എന്നാ, ഇന്ത്യന്റെ തലസ്ഥാനം. അത് ഈ മാസ്റ്റർ ശരിയിട്ട് കണ്ട് 1/2 മാർക്ക് കൊടുത്തതിന്. അപ്പൊ നമ്മളെ പഴയ മാസ്റ്റർക്ക് ദേഷ്യം വന്നില്ലേ, ഇതെന്ത് കൊളക്കോഴി പേപ്പർ നോക്കിയമാർക്ക്. ഇന്ത്യന്റെ തലസ്ഥാനം ഇസ്ലാമാബാദ് എഴുതിയാൽ ശരിയാടല്. ഓന് 2 പൂജ്യം കൊടുക്കണ്ടേ? ഓൻ ഇന്ത്യന്റെ തലസ്ഥാനം അറിയില്ല, പാകിസ്ഥാൻ തലസ്ഥാനം അറിയില്ല, പിന്നെ എന്തിനാ നിങ്ങളെ മാർക്ക് കൊടുത്തേ? അപ്പൊ പുതിയ മാസ്റ്റർ പറഞ്ഞു, മാഷേ നിങ്ങൾക്ക് പുതിയ സിസ്റ്റർ അറിയിട്ടാണ്. കാക്കൊല്ല പരീക്ഷയ്ക്ക് ഇതേ ചോദ്യത്തിന് ഈ കുട്ടി എഴുതിയ ഉത്തരം ഇന്ത്യന്റെ തലസ്ഥാനം ലണ്ടൻ. ലണ്ടൻ. അരക്കൊല്ല പരീക്ഷക്കോ ഇസ്ലാമാബാദ് എത്തിക്കണ്. ഇൻഷാ അല്ലാഹ് ആയുസ് ഉണ്ടെങ്കിൽ കൊല്ല പരീക്ഷക്കോ ഡൽഹിക്കെത്തും. ആ ബെരവിനാണ് 1/2 മാർക്ക്. എവിടുന്ന്? ലണ്ടന് ഇസ്ലാമാബാദ് കൂടെ ബന്ധല്ലോ, അതിന് 1/2 മാർക്ക്. അതപ്പത്തെ കാലം. എന്തിനും എന്തൊക്കെ തിന്മണ്ടോ ആ തിന്മക്കൊക്കെ സപ്പോർട്ട്. ചുംബന സമരത്തിനും വേണ്ടി ആകെ വന്നതേ 50 ആൾക്കാരിൽ താഴെയുള്ള ആൾക്കാരാ. 50 താഴെയുള്ള ഉസുറുമുടില്ലാത്ത ആൾക്കാരാണ് ചുംബിക്കാൻ വേണ്ടി വന്നേ. ഓലെ തടയാൻ വന്ന 250, അത് കാണാൻ വേണ്ടി വന്ന 50,000. കാരണം ഫ്രീ ആയിട്ട് കാണാനോ, മറ്റേ ഇരുട്ടത്ത് വാതിലടച്ച് കണ്ടല്ല നടക്കല്. ഇത് വെളിച്ചത്ത് കാണാൻ വേണ്ടി കുറെ പോത്തോളായിരുന്നു വന്നേ. നോക്കിങ്ങള് 3-4 ലക്ഷം ആൾക്കാർ പങ്കെടുക്കണേ മുജാഹിദ് സമ്മേളനത്തിന്റെ ഒരു വാർത്ത TV-ക്കാരോട് കൊടുക്കാൻ പറഞ്ഞാലേ കൊടുക്കൂല ഓല്. ചെറിയ പരിപാടിയാണ്, 4 ലക്ഷം. എന്നിട്ട് ഈ 40 ആൾക്കാർ വന്നത് എത്രങ്ങാനും ക്യാമറ, എവിടുന്നൊക്കെ ഡൽഹിയിൽ എന്താ സംഭവിക്കുന്നത്, തിരുവനന്തപുരത്ത് എന്താ സംഭവിക്കുന്നത്, കൊച്ചിയിൽ നിന്ന് ലേഖകൻ എന്താ ചർച്ച ഒന്ന് ഉമ്മച്ച് അത് ചർച്ച ചെയ്തത് മണിക്കൂറുകള്. തിന്മകൾക്ക് പഞ്ഞല്ലാത്തൊരു കാലം. കുട്ടികളെ കുറ്റം പറയണ്ട, കുട്ടികൾ കേടുവരും. സാഹചര്യം അങ്ങനെയാണേ. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ സ്കൂളിൽ ഒരു ഹീറോ ഉണ്ടായി. ഓൻ പിറ്റത്തെ കൊല്ലം സ്കൂൾ ലീഡറായി. എന്താ ഓൻ ചെയ്ത മഹത്തായ സംഗതി അറിയങ്ങള്? ഒരു കുട്ടിക്ക് പ്രേമലേഖനം കൊടുത്തു. ഞങ്ങൾക്കൊരു ഹെഡ് മാഷ് ഉണ്ടായിരുന്നു, അമീർ മാഷ് അറിയും. അയാൾ ഇങ്ങനെ വടിയും കൊണ്ട് സ്കൂളിന്റെ വരാന്തിക്ക് ഇറങ്ങിയാലേ കയ്യിൽ എഴുതി പിടിച്ച പ്രേമലേഖനമൊക്കെ, പ്രണയലേഖനങ്ങളൊക്കെ ഉണ്ടല്ലോ, ചരമക്കുറിപ്പായി മാറും. അജാതി അടിയ കിട്ടുക. അതുകൊണ്ട് ഒരു മനുഷ്യൻ എഴുതാറില്ല. എഴുതിയോന്ന് തന്നെ പുറത്തു പറയില്ല. കൊടുക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. മാഷ കയ്യിലെങ്ങാനും പെട്ടിയാൽ എല്ല് വെള്ളാവും. അതുകൊണ്ട് ഒരാളും അത് കൊടുക്കലില്ല. അതിൻ്റെ ഇടക്കാണ് ഞങ്ങളെ കൂട്ടത്തിലെ ഒരു ധീരൻ, ഒരു വീരൻ ആ സംഗതി കൊടുത്തു ഒരു കുട്ടിക്ക്. അതെല്ലാവരും അറിഞ്ഞോടുകൂടി ഓ സ്കൂളത്തെ ഹീറോ ആയി. പിറ്റത്തെ കൊല്ലത്തെ പാർലമെന്റ് ഇലക്ഷനിൽ ഓ സ്കൂൾ ലീഡറും ആയി. ഇതിലേറെ വല്ല മോചിതത്തെ ഏതാ കിട്ടാനുള്ള ഒരു കുട്ടിക്ക് കൊടുത്തക്കല്ലേ. നമ്മളെ കാലത്ത് പറഞ്ഞാൽ കുറേ പഴക്കൊന്നുമില്ല, ഒരു 10-25 കൊല്ലത്തെ പഴക്കമുള്ള ആ കാലത്തിന്. ഇന്ന് നമ്മളെ ഒരു കുട്ടിയെ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴേ, നല്ല കൊമ്പമീശുള്ള കണക്കിൻ്റെ മാസ്റ്റർ ക്ലാസ് എടുക്കുമ്പോഴേ, ഈ ഭാഗത്തിരിക്കുന്ന ആൺകുട്ടി ഓൻ്റെ മൊബൈൽ ഇങ്ങനെ എടുത്തുകൊണ്ട് 3 അക്ഷരം, തോനെയൊന്നും വേണ്ട, 3 അക്ഷരം ഒറ്റ നെക്ക് കീ അറിയും, അയച്ചു എന്നർത്ഥം. അപ്പം തന്നെ അപ്പുറത്ത് പെൺകുട്ടിൻ്റെ കീശീന്ന് കീക്കീന്ന് കിട്ടി. അപ്പൊ തന്നെ ഇരുന്നുകാണ്ട് ഓലിങ്ങനെ ആടാ ഇങ്ങോട്ടും കീ ഇവനും കിട്ടി. ഇനി ബാപ്പാനെ കണ്ട് ഡേറ്റ് ഉറപ്പിച്ചാൽ മതി, സംഗതി ക്ലിയർ ആയി. 50 സെക്കൻഡ് കൊണ്ട് അന്വേഷണവും ആലോചനയും ഉറപ്പിക്കലും ഒക്കെ കഴിഞ്ഞു. ഈ കാലത്തെ നമ്മുടെ കുട്ടികൾ ജീവിക്കുന്നത്. ഈ കാലത്ത് ജീവിക്കുമ്പോൾ അവർ പിഴച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ 2 കണ്ണ് പോരാ. അധ്യാപകന്റെ കണ്ണ് പോരാ, സ്കൂളിന്റെ നിയമങ്ങൾ പോരാ, പോലീസിന്റെ മഫ്റ്റിയിലുള്ള പോലീസിന്റെ കാവല് പോരാ.
അവരെ സംരക്ഷിക്കാൻ പടച്ച തമ്പുരാന്റെ ധാർമ്മിക ബോധത്തിനപ്പുറം മറ്റൊന്നും നമ്മുടെ മക്കൾക്ക് മതിയാവുകയില്ല എന്ന ബോധം എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. നല്ല കുടുംബത്തിന്റെ അംഗങ്ങളാവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. കുടുംബത്തോടുകൂടി നാഥൻ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അള്ളാഹുവിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഇസ്ലാമിക കുടുംബമായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. തിന്മയുടെ ഈ കുത്തൊഴുക്കിൽ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ മക്കളെ, യുവതലമുറയെ ധർമ്മത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ഇവിടെ ഈ മിഷ്കാത്ത് എന്ന പേരിൽ ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന വളരെ വ്യത്യസ്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. നിങ്ങൾ കുടുംബസമേതം അതിന്റെ പ്രവർത്തകരായി മാറിയാൽ നിങ്ങളുടെ കുടുംബം ധാർമ്മികതയുടെ വാഹകരായി മാറും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.